ബഹുമാനായ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഏറെ പ്രിയങ്കരനുമായ സജി ചെറിയാൻ അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, വേർപാട് എപ്പോഴും വേദനാജനകമാണ്. പ്രത്യേകിച്ചും നമ്മളുടെ ഉറ്റവരും നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹപ്രവർത്തകരും. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരുപിടി നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒരുപിടി പ്രതിഭകളെയാണ് നമുക്ക് നഷ്ടമായത്. പ്രിയപ്പെട്ടവരായ നമ്മുടെ സഹയാത്രികർ, പ്രശസ്ത സംവിധായകൻ ഹരികുമാർ, പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സംഗീത് ശിവൻ, പ്രശസ്ത അഭിനേത്രി കനകലത, പ്രശസ്ത ഗാനരചയിതാവ് GK പള്ളത്ത്, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ബിജു വട്ടപ്പാറ എന്നിവരുടെ പട്ടിക അങ്ങനെ നീളുകയാണ്. അവരെ ഓർക്കുവാനും അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാനുമായി ഭാരത് ഭവനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയും ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയും സംയുക്തമായി ഒരുക്കുന്ന സൗഹൃദ കൂട്ടായ്മയാണ് ഈ സർഗസ്മൃതി. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായി ഇവിടെ എത്തിയ ബഹുമാനായ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ആദ്യമായി ഈ ചടങ്ങിന് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറിയായ ശ്രീ പ്രമോദ് പയ്യന്നൂർ, KSFDCയുടെ ചെയർമാൻ ശ്രീ ഷാജി N. കരുൺ, അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ശ്രീ മധുപാൽ, പ്രശസ്ത നിർമ്മാതാവും ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ മാനേജിംഗ് ട്രസ്റ്റിയുമായ ശ്രീ സുരേഷ് കുമാർ, വിഖ്യാത ചലച്ചിത്രകാരനും JC ഡാനിയൽ അവാർഡ് ജേതാവുമായ ശ്രീ TV ചന്ദ്രൻ, പ്രശസ്ത ഗാന നിരൂപകനായ ശ്രീ TP ശാസ്തമംഗലം, പ്രശസ്ത സംവിധായകൻ ശ്രീ TK രാജീവ് കുമാർ എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സദസ്സിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും, പ്രത്യേകിച്ച് നമ്മളെ വിട്ട് വേർപിരിഞ്ഞ ഹരികുമാറിൻ്റെ 2 മക്കളായ അമ്മുവിനെയും ഗീതാഞ്ജലിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ ക്ഷണിക്കുക. വേദിയിലെ സർവാദരണീയനായ ഉദ്ഘാടകൻ, സാംസ്കാരിക കേരളത്തിൻ്റെയും ജനാധിപത്യ ഇന്ത്യയുടെയും അഭിമാനം പ്രിയപ്പെട്ട ശ്രീ സജി ചെറിയാൻ സാർ, വേദിയിൽ ഇരിക്കുന്ന സർവാദരണീയരായ ശ്രീ TV ചന്ദ്രൻ സാർ, ശ്രീ G സുരേഷ് കുമാർ സാർ, ശ്രീ TK രാജീവ് കുമാർ സാർ, പ്രിയപ്പെട്ട പ്രേംകുമാറേട്ടൻ, മധുപാലേട്ടൻ, പ്രിയപ്പെട്ട TP ശാസ്തമംഗല സാർ, ഇവിടെ നന്ദി പ്രകാശനം നടത്തുന്ന അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ, സ്വാഗതം ആശംസിച്ച കല്ലൂർ ശശിയേട്ടൻ, അതുപോലെ ഇപ്പോൾ ഇവിടെ വരാനിരിക്കുന്ന ഷാജി N. കരുൺ സാർ, അദ്ദേഹം യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിച്ചേരും എന്ന് പറഞ്ഞു. മഴയാണ്, നല്ല മഴ. ഏത് പെരുമഴക്കാലത്തും മറക്കാൻ കഴിയാത്ത ചിലർ അവരുടെ സർഗവഴികളിൽ ആഴത്തിൽ അടയാളപ്പെടുത്തി മലയാള ചലച്ചിത്ര മേഖലയിൽ വ്യത്യസ്തമായ പാതകൾ വെട്ടിത്തെളിച്ചവർ. അവരുടെ ഓർമ്മകളെയാണ് നമ്മളിവിടെ വീണ്ടെടുക്കുന്നത്. സർഗസ്മൃതി എന്നാണ് ഭാരത് ഭവനും
കേരള ചലച്ചിത്ര അക്കാദമിയും ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയും ചേർന്ന് ഒരുക്കുന്ന ഈ ഓർമ്മ കൂട്ടായ്മയുടെ ശീർഷകം വില്യം ഷേക്സ്പിയർ എന്ന വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ കരുത്താർന്ന ഇലകളെ കാറ്റടിച്ചിളക്കി പറത്തിക്കളഞ്ഞ് രസിക്കാനാണ് മൃതിക്ക് ഏറെ പ്രിയം എന്ന്. സത്യത്തിൽ അങ്ങനെയാണെന്ന് തോന്നിപ്പോകുന്നു. ഈ ചിത്രങ്ങളിലുള്ള മുഖങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ എത്രമാത്രം ധന്യമായ സർഗസംഭാവനകൾ നൽകി കടന്നുപോയവരാണ് ഇവരെന്ന്. അവരുടെ ഓർമ്മകൾ നിലനിർത്താൻ ആദ്യം GK പള്ളത്ത് സാറായിരുന്നു. കാറ്റ് വന്നു എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള, കാറ്റ് വന്നു, കള്ളനെ പോലെ എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മലയാളത്തിൻ്റെ ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് സംഭാവനകൾ അർപ്പിച്ച വ്യക്തിത്വം. കനകല ചേച്ചി അരങ്ങിലും ചലച്ചിത്രവേദിയിലും തൻ്റേതായിട്ടുള്ള അഭിനയ സിദ്ധി പ്രകാശിപ്പിച്ച അഭിനേത്രി. ഹരികുമാർ സാർ, നമുക്കറിയാം മലയാളത്തിൽ സാഹിത്യത്തെ ഉപജീവിച്ച് ഒട്ടേറെ മനോഹരമായിട്ടുള്ള ചലച്ചിത്രം, സുഹൃതം പോലെ അതിസുന്ദരമായ ചലച്ചിത്രങ്ങൾ മലയാളത്തിന് പകർന്നേകിയ പ്രിയപ്പെട്ട ഹരികുമാർ സാർ. സംഗീത് ശിവൻ സാർ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കണമെന്നും ഇന്നൊവേറ്റീവായിട്ടുള്ള ദൃശ്യബോധങ്ങൾ തീർക്കണമെന്നും ആഗ്രഹിക്കുകയും ബോളിവുഡിലും അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര രംഗത്തും വ്യത്യസ്തമായ രീതിയിൽ ഛായാഗ്രാഹകൻ എന്നുള്ള രീതിയിലും ചലച്ചിത്ര സംവിധായകൻ എന്നുള്ള രീതിയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. വിഖ്യാതനായിട്ടുള്ള ഛായാഗ്രാഹകൻ സംവിധായകൻ ശിവൻ സാറിൻ്റെ മകൻ. അതുപോലെ ബിജു വട്ടപ്പാറ, അദ്ദേഹവും തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലും സംവിധായകൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ്. ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു കാലത്തെ അവരുടെ സർഗസംഭാവനകളെ ഓർത്തെടുക്കുമ്പോൾ മലയാളി കടന്നുപോയ വഴികളെയാണ് വീണ്ടും നമ്മൾ ഓർക്കുന്നത്. അവർ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ചില വെളിച്ചങ്ങളെയാണ് നമ്മൾ ഓർക്കുന്നത്. അത്തരം വെളിച്ചങ്ങൾ കെടാതെ സൂക്ഷിക്കണം, അത്തരം പ്രകാശങ്ങൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ്, മനസ്സാണ് നമ്മുടെ സജി ചെറിയാൻ സാറിനുള്ളത്. കാരണം ഞാനിത് പറയുന്നത് 2 ആഴ്ച മുമ്പേ സജി ചെറിയാൻ സാറിൻ്റെ ക്യാബിനിലുള്ള ഒരു മീറ്റിങ്ങിൽ സാറ് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. സാർ അത് ഇവിടെ പറയുമായിരിക്കും, പക്ഷെ അത് സാറിൻ്റെ ചിന്തയിൽ നിന്ന് തെളിഞ്ഞു വന്ന ഒരു കോൺസെപ്റ്റാണ്. കാരണം നമ്മുടെ മലയാള ചലച്ചിത്രത്തെയും നാടകവേദിയെയും ജനകീയ കലകളെയും ക്ലാസിക്കൽ കലകളെയും സാഹിത്യ മേഖലയെയും മറ്റ് വിവിധ മേഖലകളെയും ജനോപകാരപ്രദമായി പൊതുജനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിച്ച, ആ രംഗത്ത് വ്യത്യസ്തമായ സംഭാവനകൾ നൽകിയ ഓർമ്മകളുടെ പച്ചപ്പുകൾ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അവരവരുടെ ഗ്രാമങ്ങളിൽ ഓർമ്മ കൂട്ടായ്മകൾ ഉണ്ടാക്കി അവരുടെ ഓർമ്മ ദിനങ്ങൾ സമുചിതമായിട്ട് ആഘോഷിക്കുവാൻ, അവരുടെ ഓർമ്മകളെ തിരികെ പിടിക്കുന്ന പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ അവരേത് മേഖലയിലാണോ പ്രവർത്തിച്ചത് അതുമായി ബന്ധപ്പെട്ട സർഗ സൃഷ്ടികൾ, ഇതിനെയൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുക. അങ്ങനെ ഇത്തരം സർഗപ്രതിഭകളുടെ ഓർമ്മകൾക്ക് താങ്ങും തണലുമായിട്ട് നിലനിൽക്കുവാൻ കേരള സാംസ്കാരിക വകുപ്പ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർഗനിർദ്ദേശം ഭാരത് ഭവൻ്റെ ആദരണീയനായ ചെയർമാൻ കൂടിയായ സജി ചെറിയാൻ സാർ നൽകിക്കഴിഞ്ഞു. വരും മാസങ്ങളിൽ തന്നെ ആ ഒരു പദ്ധതി ആവിഷ്കരിക്കുവാൻ നിങ്ങളുടെ കൂടി, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി സുരേഷ് ഏട്ടൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഫിലിം ഫ്രട്ടേണിറ്റിയുടെ ആൾക്കാരുടെ ആ കൂട്ടായ്മയുടെ സഹകരണം, നിങ്ങളുടെ മാർഗനിർദ്ദേശമൊക്കെ നമുക്ക് ഇത്തരം സർഗാത്മകപരമായിട്ടുള്ള ഓർമ്മകളെ നിലനിർത്താൻ, അത്തരം സർഗാത്മക ദൗത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സഹായകമാകും. അതുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്നാണ് ഈ ഒരു വേളയിൽ സസ്നേഹം അറിയിക്കുവാനുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല. വളരെ ഉചിതമായ, അർത്ഥയുക്തമായ, അന്വർത്ഥമായ വാക്കുകൾ കേൾക്കാൻ നിങ്ങളും ഞാനും ഒക്കെ കാത്തിരിക്കുകയാണ്. ഏറെ ആദരവോടെ, വിനയത്തോടെ ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറിനെ ഈ ഓർമ്മ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ സവിനയം സാദരം ക്ഷണിക്കുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ കല്യൂർ ശശി, വേദിയിലുള്ള പ്രിയപ്പെട്ട TV ചന്ദ്രേട്ടൻ, പ്രിയങ്കരനായ ശ്രീ G സുരേഷ് കുമാർ, ശ്രീ TK രാജീവ് കുമാർ, ശ്രീ പ്രേംകുമാർ, ശ്രീ മധുപാൽ, TP ശാസ്തമംഗലം,
അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ, എത്തിച്ചേർന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കുള്ളിൽ മലയാള സിനിമാ രംഗത്ത് അവരുടേതായ കഴിവ് തെളിയിച്ച ശ്രീ ജി കെ പള്ളത്ത്, സംവിധായകൻ ശ്രീ ഹരികുമാർ, സംഗീത് ശിവൻ, കനകലത, ബിജു വട്ടപ്പാറ, ഇവരെ സ്മരിക്കുന്നതിന് സർഗസ്മൃതി എന്ന പേരിൽ ഒരു അനുസ്മരണ കൂട്ടായ്മ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഘടിപ്പിക്കുകയാണ്. എന്നെക്കാളൊക്കെ വളരെയേറെ ഇവരുമായി ആത്മബന്ധമുള്ളവരും ഈ പ്രവർത്തന പന്ഥാവിൽ ഇടപഴകിയ സിനിമാ രംഗത്തെ അതികായകന്മാരാണ് ഈ വേദിയിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ പറ്റിയൊക്കെ ഒത്തിരി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നവരെ വിശദീകരിക്കും. ജി കെ പള്ളത്ത് 60ഓളം നാടകങ്ങളും 10 സിനിമകൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. 1958 തൃശ്ശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യമായി ഗാനമെഴുതുന്നത്. പിന്നീട് അമച്വർ നാടകങ്ങൾക്കും ബാലകൾക്കും ഗാനമെഴുതിക്കൊണ്ട് അദ്ദേഹം കലാരംഗത്തെ കടന്നു വന്നു. നടനും സുഹൃത്തുമായ TG രവിയാണ് പാദസരം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് സിനിമയിൽ അവസരമൊരുക്കിയത്. ഈ ചിത്രത്തിൽ ജി ദേവരാജൻ ഈണം നൽകിയ കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു എന്ന ഗാനം ഇന്നും ശ്രദ്ധേയമാണ്. സിനിമാ ഗാനങ്ങൾ കൂടാതെ ചിങ്ങനിലാവ്, മനസ്സിലെ ശാരിക തുടങ്ങിയ അനേകം ആൽബങ്ങൾക്ക് ജി കെ പള്ളത്ത് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 രക്തപുഷ്പങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. സംവിധായകൻ ഹരികുമാർ MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരുങ്ങിയ സുഹൃതം അടക്കം ശ്രദ്ധേയങ്ങളായ സിനിമകൾ സംവിധാനം ചെയ്തു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ചെയർമാനായി 2 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗമായി പ്രവർത്തിച്ചു. പെരുമ്പടവം ശ്രീധരൻ്റെ തിരക്കഥയിൽ 1981 പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യ ചിത്രം. സദ്ഗമയ, ക്ലിൻറ്റ്, എഴുന്നള്ളത്ത്, ജാലകം, ഊഴം, ഒരു സ്വകാര്യം, പുലർവട്ടം, അയനം, പറഞ്ഞു തീരാത്ത വിശേഷം എന്നിവയടക്കം 18 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ദേശീയ പുരസ്കാരമടക്കം 42 ചലച്ചിത്ര അവാർഡുകളാണ് സുഹൃതം സ്വന്തമാക്കിയത്. 6 സംസ്ഥാന പുരസ്കാരങ്ങളും 8 ഡോക്യുമെൻ്ററിയും 2 ടെലിഫിലിമും അദ്ദേഹം സംവിധാനം ചെയ്തു. കലാമൂല്യവും വാണിജ്യ മൂല്യങ്ങളും വിദഗ്ധമായി സമന്വയിപ്പിച്ച മലയാളത്തിൻ്റെ സിനിമാ പ്രസ്ഥാനത്തിൻ്റെ ശക്തരായ പ്രയോക്താക്കൾ ഒരാളായിരുന്നു ശ്രീ ഹരികുമാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കുന്നു. സംഗീത് ശിവൻ എൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. യോദ്ധ അടക്കം മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് സംഗീത് ശിവൻ. ചലച്ചിത്ര രംഗത്തെത്തിയ സംഗീത് ശിവൻ ആദ്യകാലത്ത് പ്രധാനമായും ഡോക്യുമെൻ്ററികളാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്.
യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെൻ്ററികൾ അദ്ദേഹം ചെയ്തു. തോന്നുന്നു പ്രശസ്ത ഛായാഗ്രഹനായി മാറിയ സഹോദരൻ സന്തോഷ് ശിവന്റെ പ്രേരണയിലാണ് ഫീച്ചർ ഫിലിം രംഗത്തേക്ക് സംവിധായകനായി സംഗീത് ശിവനെത്തുന്നു. 1990 ഇറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത് ശിവന്റെ ആദ്യ സംവിധാന സംരംഭം. പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോദ്ധ ഒരുക്കി സംഗീതം. മലയാളത്തിലെ ക്ലാസിക്കൽ ചിത്രങ്ങളൊന്നായി ഇന്നും കരുതപ്പെടുന്ന ചിത്രമാണ് യോദ്ധ. പിന്നീട് ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങി 6ഓളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത്. ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. ബോളിവുഡിൽ 8ഓളം ചിത്രങ്ങൾ സംഗീത് ശിവൻ ഒരുക്കിയിട്ടുണ്ട്. യോദ്ധയിലൂടെ AR റഹ്മാനെ മലയാളത്തിൽ എത്തിച്ചതും സംഗീത് ശിവനാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനും രാജീവ് സാറും ഞാനും ഒരു 3-4 മാസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. ആ ചടങ്ങ് ഞങ്ങളെല്ലാം പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു തരാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ലോകപ്രസിദ്ധനായ ഒരു മകൻ, അച്ഛൻ്റെ മകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വലിയവനായ എൻ്റെ കുറച്ച് ഫോട്ടോ എടുത്ത് തരിക എന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇരുന്ന് കൊടുത്തു, അദ്ദേഹം ഫോട്ടോ എടുത്തു, അതെനിക്ക് അയച്ചു തന്നു. ആ ഫോട്ടോ എടുപ്പൊരു യാത്ര പറച്ചിലായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്ത 2 ആളുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട് താനും. ഇത്ര പ്രഗത്ഭനായ കലയോടും സിനിമയോടും ഫോട്ടോഗ്രാഫിയുമൊക്കെ ഇത്ര സ്നേഹിച്ച ഒരുപക്ഷെ ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു സംഗീത്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം, അനുശോചനം, ആദരാഞ്ജലികൾ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഞാനിവിടെ അറിയിക്കുകയാണ്. കനകലത നാടകത്തിലൂടെ സിനിമയിലെത്തിയ മലയാളത്തിലും തമിഴിലുമായി 350-ലധികം ചിത്രങ്ങൾ, 50-ലധികം സീരിയലുകൾ അവരഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിൽ നിന്ന് വെള്ളിത്തെല്ലെത്തിയ കനകലത 90-കളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു. ചില്ല്, കരിയിലക്കാറ്റ് പോലെ, രാജാവിൻ്റെ മകൻ, ജാഗ്രത, കിരീടം, എൻ്റെ സൂര്യപുത്രിക്ക്, കൗരവർ, അമ്മയാണ് സത്യം, ആദ്യത്തെ കൺമണി, തച്ചോളി വർഗീസ് ചേകവർ, സ്ഫടികം, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻ, മാട്ടുപ്പെട്ടി ബച്ചാൻ, പ്രിയം, പഞ്ചവർണ്ണത്തത്ത, ആകാശഗംഗ തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി എത്രയോ വേഷങ്ങൾ. അവരെ നമ്മെ വിട്ടുപിരിഞ്ഞു. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പം അർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ ഞാൻ നേരുകയാണ്. ബിജു പട്ടപ്പാറ സിനിമാ സീരിയൽ സംവിധായകനും എഴുത്തുകാരനുമായിരുന്നു. സുരേഷ് ഗോപി നായകനായ രാമരാവണൻ, സ്വന്തം ഭാര്യ സിന്ദാബാദ് തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ്. കലാഭവൻ മണി നായകനായ ലോകനാഥൻ IAS, കളഭം എന്നീ സിനിമകൾക്ക് തിരക്കഥ എഴുതി. ചക്രവാവ, വെളുത്ത കത്രീന, ശംഖുപുഷ്പം എന്നീ നോവലുകളും രചിച്ചു. നോവലുകൾ പിന്നീട് സീരിയലുകളായി. ഇടവഴിയും തുമ്പപ്പൂ എന്ന കവിതാ സമാഹാരത്തിന് കടവനാട് കുട്ടിക്കൃഷ്ണൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു. ഈ മഹത് വ്യക്തികളായ 5 പേരുടെയും ഓർമ്മകൾ അയവിറക്കാവുന്ന ഈ സന്ദർഭത്തിൽ ബിജുവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും ആദരാഞ്ജലി അർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് വേണ്ടി അനുശോചനം അറിയിക്കുന്നു. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രമോദ് സൂചിപ്പിച്ച ഒരു കാര്യം, മലയാള സിനിമ അത് ഏതാണ്ട് 100ാം വർഷത്തിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മുടെ കലാരംഗത്തും സിനിമാ രംഗത്തും ഒരുപാട് പ്രതിഭകളാണ് മൺമറഞ്ഞു പോയതും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ അവരെയൊക്കെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നുണ്ട്. ഇപ്പം ഈ വേദി തന്നെ നമ്മളെടുത്താൽ വളരെ മഹാന്മാരായ കലാകാരന്മാരാണ് ഈ വേദിയിലിരിക്കുന്നത്. ഓരോരുത്തരും ഒന്നിനൊന്ന് വെച്ചാണ്.
പക്ഷേ ഓരോരുത്തരുടെ കാലം കഴിയുമ്പോൾ പിന്നീട് അവരെ ഓർമ്മപ്പെടുത്താൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതാകുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു കാര്യം ഗവൺമെൻറ് ആലോചിച്ചു. ഭാരത് ഭവനെ ചുമതലപ്പെടുത്തിയ കാര്യമാണ് പ്രമോദ് പറഞ്ഞത്. ഇവരൊക്കെ ജനിച്ച ഗ്രാമങ്ങളിൽ ഇവർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക. ഇവരെ എല്ലാ കാലത്തും ഗ്രാമങ്ങളിൽ ആദരിക്കുക. ഇപ്പോൾ പലരും അവർ താമസ സ്ഥലമൊക്കെ വിട്ട് അവരുടെ പ്രവർത്തന മേഖലയിലേക്കായിരിക്കും പോയിട്ടുള്ളത്. പക്ഷെ ആ ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതെന്ന് ആ ഗ്രാമത്തിലെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ആർക്കും അറിയില്ല. പേരുകൊണ്ടൊക്കെ അറിയായിരിക്കാം, പക്ഷെ ആ നാടിനോടുള്ള അവർക്ക് ചിലപ്പോൾ അവർക്കുള്ള സാന്നിധ്യത്തിൻ്റെ കുറവ് പലപ്പോഴും ആ നാട്ടിൽ നിന്ന് തലമുറകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഇവരെ ഗ്രാമങ്ങളിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന, അവർ ചെയ്ത കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് സഹായത്തോട് നടപ്പാക്കണം. അതിൻ്റെ വിശദാംശം ഞാൻ പോകുന്നില്ല. എന്തായാലും അതിനൊരു ആരംഭം കുറിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഭാരത് ഭവനെയാണത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് പ്രമോദ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ 5 പേരുടെ വേർപാട് വരുമ്പോൾ തന്നെ ഈ 5 പേരെ പറ്റി നമ്മുടെ ഒരു ഡീറ്റെയിൽസും ഇല്ല. അവരൊരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും, ഇപ്പോൾ ഇരിക്കുന്നവർക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു 10-25 വർഷം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആരും ഉണ്ടാകില്ല. അപ്പോൾ അവരെ ജീവിച്ചിരിക്കുന്നവർക്കും മൺമറഞ്ഞു പോയവരെയും പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു പുതിയ ഒരു സംവിധാനം രൂപപ്പെടുത്തണം എന്ന് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുകൂടി ഈ അവസരം സൂചിപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന ദുഃഖാർത്തരായ എല്ലാ കുടുംബാംഗങ്ങളോടും അനുശോചനം അറിയിക്കുന്നു, ആദരാഞ്ജലികൾ നേരുന്നു. ഈ അനുസ്മരണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ വിട്ടു വേർപിരിഞ്ഞ പ്രിയ സുഹൃത്തും പ്രശസ്ത സംവിധായകനുമായ ഹരികുമാറിനെ ഓർമ്മിക്കുകയാണ് ശ്രീ ടി വി ചന്ദ്രൻ അവർ. ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ബാക്കി എല്ലാവരും, ഹരികുമാറിനെ പറ്റിയാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞതെങ്കിലും ശിവൻ ചേട്ടൻ എൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു. ശിവൻ ചേട്ടൻ്റെ മകനായ സംഗീത് ശിവനെ പല സന്ദർഭങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കനകലത എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ത്രീ, എൻ്റെ പൊന്തമ്മാടയിൽ വളരെ കാര്യമായിട്ട് റോൾ ചെയ്ത സ്ത്രീ, അവരെനിക്കറിയാം, നന്നായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ബിജു വട്ടപ്പാറയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. പള്ളത്ത് എന്ന് പറഞ്ഞ മനുഷ്യനെ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ കേട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരെയും കൂടി തന്നെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. പക്ഷേ ഇത് ശരിയാണോ? ഹരികുമാറിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത്. ഹരി വാസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അകലെ നിർത്തി ആലോചിക്കാൻ പറ്റിയ ഒരാളല്ല ഹരി. ഇത്ര പെട്ടെന്ന് നമ്മളെ ഒക്കെ വിട്ടുപോകുമെന്ന് ഞാൻ കരുതിയില്ല. ഹരി ഈസ് വെരി യങ്ങർ ടു മീ. എന്നെക്കാളും 4-5 വയസ്സ് കുറവായിരിക്കും. പക്ഷെ എന്നേക്കാളും മുൻപേ ഹരി സിനിമയിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം KP കുമാരൻ്റെ അതിഥി എന്ന് പറഞ്ഞ സിനിമയിൽ ഹരി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് വാസ് ഇൻ 73 ഐ സപ്പോസ്. ഞാൻ 74 അവസാനമാണ് PA ബക്കറിൻ്റെ കൂടെ കൂടി കബനി നദി ചുവന്നപ്പോൾ സിനിമയിലെത്തിയത്. അപ്പോൾ എന്നേക്കാളും സീനിയറാണ് സിനിമയിൽ ഹരി. ഞാനൊരു ജോലി ഉപേക്ഷിച്ച് സിനിമയിൽ വന്ന ഒരാളാണ്. ഏതാണ്ട് ഹരിയും അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജോലി കളഞ്ഞ് സിനിമയിലെത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഇത് തമ്മിലുണ്ടായിരുന്നു.
പക്ഷെ ആ കാലത്തൊന്നും ആദ്യകാലത്തൊന്നും എനിക്ക് ഹരിയെ അറിയില്ല. ഞാൻ ഹരിയുടെ ആദ്യ സിനിമ സമയത്തൊക്കെ ഞാൻ മദ്രാസിലായിരുന്നു. 86 ഞാൻ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ഞാൻ ഹരിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഹരിയുടെ ഷാജി റൈറ്റ് ഹരിയുടെ ഒരു സിനിമ ജാലകം എനിക്ക് വളരെ താല്പര്യം തോന്നിയൊരു സിനിമ ആ കാലത്ത്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ഹരി എന്ന ഫിലിം മേക്കർ ആദ്യം കാണുന്നത് ജാലകത്തിലൂടെയാണ്. കാരണം ഈ അമ്പൽപ്പൂ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ കാലത്ത് ഈ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ മലയാള സിനിമ കാണാനൊക്കെ വലിയ പ്രയാസമായിരുന്നു. അപ്പം അങ്ങനെ കണ്ടിരുന്നില്ല. 86 ഇവിടെ വന്നതിന് ശേഷമാണ് ഹരി ഞാനുമായിട്ടുള്ളൊരു അടുപ്പമൊക്കെ തുടങ്ങുന്നത്. അത് ഏതാണ്ട് 80s അവസാനമായപ്പോഴേക്കും അല്ലെങ്കിൽ 90കളുടെ തുടക്കത്തിലായപ്പോൾ KSFDC വഴുതക്കാട് KSFDCയിൽ KR മോഹനുണ്ട്, ലെനിൻ രാജേന്ദ്രനുണ്ട്. KSFDC ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പകലുകൾ. അപ്പോൾ 11 മണിക്കൊക്കെ നമ്മൾ ചായ കുടിക്കാനായിട്ട് അന്നത്തെ വഴുതക്കാട് KSFDCയുടെ മുൻപിലായിട്ടൊരു ചായക്കടയുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് പോകണം. അവിടെ ചായയും വടയൊക്കെ കിട്ടും. അപ്പോൾ ലെനിന്, ഞാൻ, ഹരി ഞങ്ങളിങ്ങനെ എല്ലാ ദിവസങ്ങളിലും ആ ഭാഗത്ത് പോവുകയും നമ്മൾ ചെയ്യുന്ന സിനിമകളും കൂടുതൽ ചെയ്യാൻ പറ്റാത്ത സിനിമകളെ പറ്റിയായിരുന്നു ചർച്ചകൾ. അന്ന് ഇന്നത്തെ സിനിമ സങ്കല്പമൊന്നുമല്ല. ഇന്നിപ്പം മലയാള സിനിമയൊക്കെ ഇപ്പം ഏതാണ്ട് കോടികളുടെ കണക്ക് പറയുന്ന 50 കോടിയിലൊന്നും താഴെയാണെങ്കിൽ ഒരു സിനിമയായിട്ട് പോലും കണക്കാക്കാത്ത ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അന്ന് അങ്ങനെയല്ല. അന്ന് സിനിമ ഒരു ദാരിദ്ര്യ ബിസിനസ്സായിരുന്നു. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ളവർ. ഒരു നിർമ്മാതാവിൽ നിന്നും കിട്ടാൻ ഒരു കാലത്തും അങ്ങനെ റെഗുലറായിട്ട്. ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു, ഏതോ ഒരു ഫിലിം മേക്കർ സംവെയർ ഫ്രം കാഞ്ഞങ്ങാടോ പയ്യന്നോ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത 4 സിനിമകളെ പറ്റി, വരാൻ പോകുന്ന 4 സിനിമകളെ പറ്റി, അതിൽ മറ്റേ ആളായിരിക്കും, ഇതിൽ മറ്റേ ആളെ. നമുക്കൊന്നും അങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഹരിക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്ന ആഗ്രഹത്തിൽ നടന്നിരുന്ന കുറേ ആളുകളുടെ കൂട്ടായ്മയായിരുന്നു അന്ന് KSFDC വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയിരുന്നത്. KSFDC അതിൻ്റെ ഒരു സെൻ്ററായിരുന്നു വഴുതക്കാട്. അത് വൈകുന്നേരങ്ങൾ, ഇത് പകൽ സമയത്ത്, വൈകുന്നേരങ്ങളാകുമ്പം നമ്മൾ സ്റ്റാച്യുവിനടുത്ത് ഞാനും ചിന്തിരവിയൊക്കെ താമസിക്കുന്ന ഒരു ലോഡ്ജുണ്ട്, പൂർണ്ണ. അപ്പോൾ അവിടെയായിരിക്കും ഞങ്ങളുടെ വൈകുന്നേരത്തെ മീറ്റിംഗ്. അത് കുറച്ചുകൂടി സ്ട്രോങ്ങർ മീറ്റിങ്സ് ആയിരിക്കും, പകലല്ലല്ലോ. അപ്പോൾ അവിടെ വളരെ അപൂർവമായിട്ട് മാത്രം വരുന്ന ഒരാളാണ് ഹരി. അവിടുത്തെ ഒരു റെഗുലർ മെമ്പർ ആയിരുന്നില്ല. അപ്പോൾ അവിടെ റെഗുലറായിട്ടുണ്ടായിരുന്നത് ചിന്തിരവി, പവിത്രൻ മുതലായ ആൾക്കാർ. പലപ്പോഴും അരവിന്ദൻ, 90കളുടെ ആദ്യത്തിലൊക്കെ അരവിന്ദൻ അവിടെ സ്ഥിരമായിട്ട് എൻ്റെ മുറിയിലോ അല്ലെങ്കിൽ രവിയുടെ റൂമിൽ വന്നിരിക്കും. അപ്പോൾ അവിടെ വല്ലപ്പോഴും വരുന്ന ഹരിയെ കാണുമ്പോൾ വലിയ തോതിൽ ഹരിയെ നമ്മൾ റിസീവ് ചെയ്യാറുണ്ട്. ഞാനല്ല, അരവിന്ദനെ പോലുള്ള ആൾക്കാർ. അരവിന്ദൻ പറയും, ഹരി വരൂ, ഇരിക്കൂ. അല്ലെങ്കിൽ ചിന്തകൻ പറയും, മിസ്റ്റർ ഹരികുമാർ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഹരി ആകെ വല്ലാതെ ബേജാറാവും. കാരണം ഇത്രത്തോളം ഇമ്പോർട്ടൻസ് തനിക്ക് തരുന്നല്ലോ. ഒരു കാലത്തും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസിൻ്റെ മുമ്പിൽ നിന്നിരുന്ന ഒരാളല്ല ഹരി പുറകോട്ട് വലിയുന്നൊരു സ്വഭാവക്കാരനായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് ഹരിയെ അറിയാം. ദാറ്റ് വാസ് ദ ഏർലി 90s. 91, 92 ഒക്കെ ആയപ്പോഴേക്കും ഹരി വലിയ തോതിൽ തൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി അലഞ്ഞു നടക്കാൻ തുടങ്ങി. ഞാൻ പല സ്ഥലത്തും ഹരിയെ കണ്ടിട്ടുണ്ട്. ഹരി ഈ സുഹൃതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഹരി നടന്നു തീർത്ത വഴികൾ ആ സിനിമയെക്കാളും വലുതാണ്. മദ്രാസിലൊക്കെ ഞാൻ ഹരിയെ കണ്ടിട്ടുണ്ട്. MT വാസുദേവൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഹരി അവിടെ ഓടിച്ചെല്ലും. ഈ ഒരു സിനിമയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഹരിയുടെ മിക്കവാറും സിനിമകളുടെ പുറകിൽ എനിക്ക് തോന്നുന്നത് ആ സിനിമകളെക്കാളും വലുതായിട്ട് ഹരി നടത്തിയ ഒരു വലിയ യാത്രകളുണ്ട്. ആ യാത്രകളുടെ പേരിലാണ് ഞാൻ കൂടുതലും ഇപ്പം മലയാള സിനിമയൊക്കെ ഹരിയെ അറിയുന്നത് സിനിമകളുടെ പേരിലായിരിക്കും. എനിക്ക് കൂടുതലും ഹരിയെ അറിയുന്നത് ഹരിയുടെ ഈ എഫേർട്ടുകളുടെ പേരിലാണ്. ഒരുപാട് ബഹളം വയ്ക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ഒന്നും ചെയ്തിരുന്നൊരു വ്യക്തിയല്ല ഹരി. അദ്ദേഹത്തിൻ്റെ പക്ഷേ ഏത് കാലത്തും സിനിമ എന്ന് പറഞ്ഞൊരു താല്പര്യത്തിന് വേണ്ടി ഒരുപാട് നമ്മളോട് പോലും പറയാത്ത ഒരുപാട് ഇൻസൾട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ട്, ഹ്യൂമിലിയേഷൻസ് സഹിച്ചിട്ടുണ്ട് ഹരി. അങ്ങനെയാണ് ഓരോ സിനിമയും ഉണ്ടായി വരുന്നത്. അപ്പം അങ്ങനെ ഈ സുഹൃതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ എനിക്കറിയാം. പിന്നീട് ഞാൻ ആദ്യമായിട്ട് സുഹൃതത്തെ പറ്റി കേൾക്കുന്നത് മമ്മൂട്ടിയിൽ നിന്ന്. അപ്പം അന്ന് ഞങ്ങൾ 94ൽ
പൊന്തന്മാരുടെ നാഷണൽ അവാർഡ് വാങ്ങിക്കാനായിട്ട് ഡൽഹി പോയപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ സമയത്ത് മമ്മൂട്ടിയെ കണ്ടപ്പോൾ മമ്മൂട്ടി എന്നോട് പറയുന്നു, മാടയേക്കാളൊക്കെ സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് സുഹൃതം. അത് വലിയ ടെൻഷനും ഒക്കെയുള്ളൊരു മാനസികമായിട്ട് ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചൊരു സിനിമയാണത്. അപ്പം അങ്ങനെ ആദ്യത്തെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം മമ്മൂട്ടിയിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത് സുഹൃതത്തെ പറ്റി. അത്രയും ഹൈ ഒപ്പീനിയൻ ആയിരുന്നു സുഹൃതത്തെ പറ്റി മമ്മൂട്ടി. പിന്നീട് സുഹൃതം ഉണ്ടാവുന്നു. സുഹൃതത്തിൻ്റെ ആദ്യത്തെ ഷോ ഇവിടെ പ്രസ് ഷോ നടത്തിയപ്പോൾ ഞാനുണ്ടായിരുന്നു. പ്രസ് ഷോ കഴിഞ്ഞ ഉടനെ ഞാനും വേണു, അതിൻ്റെ ക്യാമറമാൻ വേണുവായിരുന്നു, ഞാനും വേണു ഹരിയും കൂടെ മാസ്കറ്റ് ഹോട്ടലിലേക്ക് പോയി അവിടെ ഇരുന്ന് ഒരു സ്മോളൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഹരിയോട് മനസ്സ് തുറന്ന് ഈ സിനിമയെപ്പറ്റി സംസാരിച്ചു. എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനെ പറ്റി പറഞ്ഞപ്പോൾ വേണുവും ഹരിയും ഒക്കെ അത് വല്ലാതെ സമ്മതിച്ചു. കാരണം ആ സിനിമയുടെ സബ്ജക്റ്റ് മാത്രമല്ല, അതിനകത്ത് അകത്ത് നിന്ന് പുറത്തേക്ക് ജമ്പ് ചെയ്യുന്ന ഒരു കട്ടുണ്ട്, അതൊരു ഗ്രീനറിയിലേക്ക് പോകുന്ന ഒരു കട്ട്. അതെനിക്ക് ഭയങ്കര താല്പര്യം. അത് ഞാൻ ഹരിയോട് പറഞ്ഞു. അപ്പോൾ ഹരി ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യില്ല. അപ്പം ആ അർത്ഥത്തിൽ സുഹൃതം വലിയൊരു സിനിമയെ മാറി. മലയാളത്തിലെ എല്ലാ ആളുകളും ഇപ്പോഴും ആളുകളൊക്കെ പറയുമ്പം ഹരിയെ അറിയുന്നത് തന്നെ സുഹൃതത്തിൻ്റെ പേരിലാണ്. മലയാളത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട സിനിമകളിലൊന്നായി എന്നും ഇന്നും സുഹൃതം നിൽക്കുന്നു. പിന്നീടാണ് ഹരിയുടെ ലോഹിദാസ് എഴുതിയ, എനിക്ക് ഓർമ്മ, ഉദ്യാനപാലൻ വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം, അണ്ടർ റേറ്റഡ് ബട്ട് വെരി ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ഫിലിം. ബാക്കി ഹരിയുടെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഉദ്യാനപാലനും സുഹൃതവുമാണ് എനിക്ക് സുഹൃതം ഓഫ് കോഴ്സ്. ബാക്കി വീണ്ടും സിനിമകൾ ചെയ്തു ഹരി. പക്ഷേ ഹരിക്ക് എപ്പോഴും ഒരു പ്രത്യേക വിഷയം കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സിനിമയുടെ രീതിയിലേക്ക് ആലോചിക്കാൻ. ഇപ്പം എനിക്കറിയാം, മാതൃഭൂമിയിൽ എം മുകുന്ദൻ്റെ കഥ വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഹരി എന്നെ വിളിച്ചു. ഹരി പറഞ്ഞു, ചന്ദ്ര, ഇതിനകത്തൊരു സിനിമ ഉണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ മുകുന്ദൻ്റെ ഒരു കഥ വായിച്ചു. പക്ഷെ ഹരി ഉടനെ അതിലൊരു സിനിമ കണ്ടെത്തുകയും ഹരി നേരിട്ട് മുകുന്ദൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഹരിയുടെ ഒരു വലിയ പ്രത്യേകത, ഹരി ഈ പുതിയ കമ്മ്യൂണിക്കേഷൻ്റെ കാലത്ത് പോലും മറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ നിന്നും അത്ര വിശ്വസിച്ചായിട്ട് എനിക്ക് തോന്നിയത്. ഹരി നേരിട്ട് മനുഷ്യരിലേക്ക് പോവുമായിരുന്നു. ഹരി യൂസ് ടു ട്രാവൽ. അപ്പോൾ മുകുന്ദനെ കാണണമെങ്കിൽ മുകുന്ദനെ ഫോൺ ചെയ്യലല്ല, മുകുന്ദൻ്റെ അടുത്തേക്ക് ഹരി പോകും. ഓക്കെ സാർ, ഓ ഇറ്റ്സ് ഓക്കെ. അപ്പം അങ്ങനെ മനുഷ്യരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നൊരു വ്യക്തിയാണ് ഹരി. അങ്ങനെ ഹരി മുകുന്ദനെ കാണാൻ പോയ കാര്യം എനിക്കറിയാം. പിന്നീട് കുറേ ദിവസങ്ങളോ കുറേ മാസങ്ങളോ മുകുന്ദനുമായിട്ട് ആലോചിക്കുകയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഹരിയുടെ അവസാനത്തെ സിനിമ ഓട്ടോറിക്ഷക്കാരൻ എന്ന സിനിമ, ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഹരിയുടെ ഏറ്റവും വലിയൊരു താല്പര്യം. അതിപ്പോൾ ഒരു ഫ്യൂണറൽ ഗ്രേവ് യാർഡിൽ ഏതോ ഒരു സ്ത്രീയുടെ ഒരു അനുഭവ കുറിപ്പ് എവിടെയോ കണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് ഹരി ഒരു സിനിമ ചെയ്തു. സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല. ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയ്ക്ക് തൊട്ട് മുമ്പുണ്ടായ സിനിമ ജ്വാലാമുഖിയും ഇതുപോലെ ഏതൊരു അനുഭവത്തിൽ നിന്നോ ഒരു യാത്ര, ഒരു ഓർമ്മയിൽ നിന്നോ മറ്റോ ഹരി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഹരിക്ക് ഈ ഒരു ധാരണ എപ്പോഴും ഉണ്ട്. എന്നിട്ട് ഹരിയുടെ ഏറ്റവും വലിയ ടെൻഷൻ ഈ ഒരു വിഷയം കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഹരി ലോഹിദാസിൻ്റെ പുറകെയും ശ്രീനിവാസൻ്റെ പുറകെയും MT വാസുദേവരുടെ പുറകെയും ഒക്കെ ഇങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഹരിയും ഞാനും ഒക്കെ ഒരേ സമയത്ത് ദൂരദർശന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിംസ് ചെയ്യേണ്ടായി. ഞാൻ ബഷീറിൻ്റെ ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ സിനിമ, ഹരിക്ക് ഉറൂബിൻ്റെ എന്താണ് മധുബാല, രാച്ചിയമ്മ മധുബാലായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം ചെയ്തത്. രാച്ചിയമ്മയാണ് ഹരിക്ക് കിട്ടിയ, ദേ ഹാഡ് അസൈൻഡ് ഹരി ടു ഡു ദറ്റ് ഫിലിം. അപ്പം അന്ന് ഞാൻ എൻ്റെ പാടവന്നൊരു വിലാവെന്ന് പറഞ്ഞ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൺ ഡേ ഹോം എന്ന് പറഞ്ഞ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അതിരാവിലെ ഹരി ഈ ഉറൂബിൻ്റെ പുസ്തകമായിട്ട് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ചന്ദ്ര, ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞു, ചെയ്തോ. അല്ല, അതിന് സ്ക്രിപ്റ്റ് വേണ്ടേ? അപ്പോൾ എന്നോട് ചെറിയ തോതിൽ ചന്ദ്രൻ ഇതിൻ്റെ, ഞാൻ പറഞ്ഞു, എനിക്കും ഒരു സിനിമ കിട്ടിയിട്ടുണ്ട്, അത് സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ കാര്യം നീ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ കുറേ നേരം ഹരി അവിടെ ഇങ്ങനെ വട്ടം കറങ്ങി. ഹരി പോയി. പക്ഷെ ഹരി സ്വന്തമായിട്ട് ആ സ്ക്രിപ്റ്റ് എഴുതുകയും ഐ സോ ദാറ്റ് ഫിലിം. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുള്ളി മെയ്ഡ്. അതിൽ ഈ മധുബാലും മറ്റേ ഒരു സ്ത്രീ നമുക്ക്
അപ്പോൾ അത് ഹരിക്ക് സാധിച്ചു. പക്ഷെ ഹരിക്ക് അതിനൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു. എനിക്കറിയാം, ക്ലിൻറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് ഒരു രാത്രി 9 മണിക്ക് ഹരി കയറി വരുന്നു വീട്ടിലേക്ക്. എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു വിദേശ മദ്യകുപ്പിയുണ്ട്, അതാദ്യം വയ്ക്കുന്നു. എന്നിട്ട് ഹരി, ഇതൊന്ന് വായിച്ചു നോക്കണം ചന്ദ്ര, ഇത് സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴും ഇങ്ങനെ വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സീൻ എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സീനൊന്ന് വായിക്കുന്നു. അപ്പോൾ ഞാൻ സീനിൽ ഐ തിങ്ക് ഗ്രാൻഡ് ഫാദർ ഡൈസ് ഓർ ഓൾഡ് മാൻ ഡൈസ് ഇൻ ദറ്റ് പെർട്ടിക്കുലർ സീൻ. ആ സീനാണ് ഹരിക്ക് അതൊന്ന് മാറ്റി എഴുതണം. അപ്പോൾ ഞാൻ അതിലിരുന്നുകൊണ്ട് നാച്ചുറലി ഹരി കൊണ്ടുവന്ന്, അപ്പോൾ ക്യാമറാമാൻ വേണു എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഹരി അവിടെ എന്തോ ആയിട്ട് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഹരിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഹരി ഇത് വേണുവിനോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിരുന്ന് ആ ഡ്രിങ്ക് കഴിക്കുകയും ഞാൻ അതിനകത്ത് എന്തോ ചില സജഷൻസ് പറയുകയും, അന്ന് ഞാൻ ഹരിയോട് പ്രധാനമായിട്ട് സജസ്റ്റ് ചെയ്തത് മധു അമ്പാട്ടിനെ അതിൻ്റെ ക്യാമറാമാനാക്കണം. അങ്ങനെയാണ് മധു അമ്പാട്ട് ആ പടത്തിൻ്റെ ക്യാമറാമാനാവുന്നത്. അതായിരുന്നു അന്ന് നടന്ന പ്രധാന വിഷയം. അല്ലാണ്ട് സ്ക്രിപ്റ്റ് മാറ്റാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഹരി ഇത് നേരിട്ടൊന്നും പറയില്ല, ഹരി ഫോണിൽ കൂടി പറയില്ല, ഇമെയിൽ അയക്കില്ല, ഹരി വരും. ഹരി കംസ് ഡയറക്ട്ലി ആൻഡ് ടോക്സ് ടു യു ആൻഡ് ഗോസ് ബാക്ക്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു. അപ്പം ഇങ്ങനെ വലിയ ബഹളം വയ്ക്കാതെ, വലിയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ, ഒരു ജീവിതത്തിൻ്റെ ഒരു അരികിലൂടെ താനും നടന്നു പൊക്കോട്ടെ എന്ന് നമ്മളോട് വലിയ ബഹളമൊന്നുമില്ലാതെ പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ് ഹരിയെപ്പറ്റി എനിക്ക് നല്ലൊരു ഓർമ്മയുള്ളത്, ഈ സുഹൃതം എന്ന് പറയുന്ന സിനിമയ്ക്ക് സുഹൃതത്തിന് പിന്നീട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ സുഹൃതം കാണിക്കുമ്പോൾ, ദാറ്റ് വാസ് ഇൻ 96, അന്ന് എൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അതും അവിടെയുണ്ട്. അന്ന് ഈ സിനിമയുടെ ഷോ നടക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈവ് തെറവിൽ എന്ന് പറഞ്ഞ ലാമോണ്ടിൽ എഴുതുന്ന ഒരു റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിനെ ഞാൻ കുറേ കാലമായിട്ട് അറിയും. അദ്ദേഹത്തിനോട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് സുഹൃതം കാണണമെന്ന് റെക്കമെൻഡ് ചെയ്യുകയും സുഹൃതം അദ്ദേഹം കണ്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ പറ്റി വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് എന്നോടും ഹരിയോടും പറഞ്ഞു. അപ്പോൾ ഉടനെ ഹരി എന്നോട് ചോദിച്ചത് ആരാ? അപ്പം ഞാൻ പറഞ്ഞു ലാമോണ്ട്. അപ്പോൾ ലാമോണ്ട് വരെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഹരി ഭയങ്കര ഹാപ്പിയായി. അന്ന് രാത്രി ഞങ്ങൾ ഹരിയുടെ റൂമിൽ, അത് അശോക ഹോട്ടലിലാണ്, അശോക ഹോട്ടലിൽ ഞാൻ ഹരിയുടെ വളരെ അടുത്ത സുഹൃത്തായ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങളൊരു മദ്യപാനമൊക്കെ നടത്തിയപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും മാധ്യമ പ്രവർത്തകനും തമ്മിൽ എന്തോ പറഞ്ഞ് വഴക്കായി, മദ്യപാനത്തിൻ്റെ ഒരു ലെവലിൽ. അങ്ങനെ വഴക്കായി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അടിപിടിയുടെ ഘട്ടത്തെത്തിയപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി ഓടി. അപ്പോൾ പുറത്തേക്കിറങ്ങി ഓടുമ്പോൾ എനിക്ക് പേടിയായി. കാരണം അന്ന് 96 നരസിംഹറാവുവിൻ്റെ മിനിസ്ട്രി തീരാൻ പോകുന്നു, പുതിയ ജനറൽ ഇലക്ഷൻ വരാൻ പോകുന്ന ഒരു സമയമാണ്. പൊളിറ്റിക്കലി ഡൽഹിയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു സമയമാണ്. മാത്രമല്ല ഈ അശോക ഹോട്ടലിൻ്റെ കോറിഡോഴ്സിലൊക്കെ മിഷൻ ഗണ്ണൊക്കെയായിട്ട് ചില ഉത്തരേന്ത്യൻ പട്ടാളക്കാർ, യാതൊരു മര്യാദയില്ലാത്ത മുഖങ്ങളോടുകൂടി അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിനിടയിലാണ് ഈ രണ്ട് വീരന്മാർ ഓടുന്നത്. അപ്പോൾ ഈ സഹസംവിധായകനും മാധ്യമ പ്രവർത്തകനും, അപ്പോൾ അവർ വിചാരിച്ചാൽ ഈ മാധ്യമ പ്രവർത്തകരും നിൽക്കും, സഹസംവിധാനവും നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ, പക്ഷെ ഇവർ ആ അശോകയുടെ കോറിഡോറാണ്, ഷാജിക്കൊക്കെ അറിയാം, ഒരുപാട് വളഞ്ഞ് പോകുന്നു. അതിലെവിടെയോ വെച്ച് ഇവരെ കാണാതായി. ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഹരിയെ കാണാനില്ല, ഹരിയുടെ മുറി. ഞാൻ ഹരി എന്നൊക്കെ വിളിച്ച് ഹരിയെ കാണാനില്ല. അവസാനം ഞാൻ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഈ ബാത്ത് ടബിനകത്ത് കൈലി പുതച്ച് കിടക്കുകയാണ് ഹരി. അപ്പോൾ ഹരി എന്നോട് പോയോ, എല്ലാവരും പോയോ? ഇതായിരുന്നു ഹരിയുടെ സ്വഭാവത്തിലുള്ള ഒരു രീതി. കാരണം ഈ ബഹളത്തിനിടയിൽ ആ മനുഷ്യൻ, ഇതിന് നമ്മളില്ല, നമ്മുടെ മുറിയാണെന്നുള്ളതും പ്രശ്നമല്ല. അത്ര ശുദ്ധനും അത്ര സ്നേഹസമ്പന്നനുമായ ഒരു പാപം മനുഷ്യനായിരുന്നു ഹരി. അങ്ങനെ ഒരാളെ ഞാൻ ജീവിച്ചിരിക്കുന്നുള്ള എൻ്റെ അഹങ്കാരത്തിലാണ് ഒരാളെ പാവം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഈ ജീവിച്ചിരിക്കുന്ന ലോകം അത്ര മനോഹരവുമല്ല. നേരത്തെ പോയതുകൊണ്ട് ഹരിക്കൊന്നും നഷ്ടപ്പെടുന്നുമില്ല. പക്ഷേ ഹരി ഒരു കാറ്റ് പോലെ, ഒരു സ്നേഹം പോലെ ഒരു വ്യക്തിയായിരുന്നു. ആ സ്നേഹം ഞാൻ മിസ് ചെയ്തതിനേക്കാൾ എത്രയോ മിസ് ചെയ്യുന്ന രണ്ട് പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. അവരെയും ഓർത്തുകൊണ്ട് സ്നേഹം ഹരിയുടെ ഒരു ഭാഷയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹരിക്ക് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഇവിടെ ഈ നടക്കുന്ന
പ്രോഗ്രാം ലൈവായി ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ലൈവ് പ്രോഗ്രാമാണ്. കൂടാതെ ഈ നമ്മളെ യോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഈ നമ്മുടെ വിട്ടുപിരിഞ്ഞ ഹരികുമാറിൻ്റെയും സംഗീത് ശിവൻ്റെയും മറ്റും സിനിമകളിലെ ഗാനങ്ങളെ കോർത്തിണക്കി ഒരു ചെറിയ ഗാനസന്ധിയും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായി അനുസ്മരണ പ്രഭാഷണം നടത്തുവാനായി KSFDC ചെയർമാൻ വിഖ്യാത ചലച്ചിത്രകാരനുമായ ശ്രീ ഷാജി N. കരുണിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ സദസ്സിലുള്ള സ്നേഹിതർക്കും. ഒരർത്ഥത്തിൽ ഹരിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് സിനിമ എടുക്കാൻ തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ സിനിമയെ പഠിക്കുക അല്ലെങ്കിൽ കണ്ടുപഠിക്കുന്ന സമയമൊക്കെ തന്നെ നമുക്കൊക്കെ അറിയാം. കേരളത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടായി വരുന്നത് സന്ദർഭമാണ്. ഒരുപാട് വ്യക്തികൾ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം കളയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഹരിയെ സംബന്ധിച്ചിടത്തോളം പ്രേരണകൾ തൻ്റെ ജീവിതം ഒരു ചലച്ചിത്രകാരനായിട്ട് മാറണം എന്ന് തീരുമാനിക്കുന്നതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുടെ അർത്ഥപൂർണമായിട്ടുള്ളൊരു ജീവിതമായിരിക്കണം അദ്ദേഹം കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. അത് കാരണം തന്നെയാണ് ഇപ്പം നേരത്തെ TV ചന്ദ്രനും KR മോഹനും അതുപോലെ തന്നെ പത്മരാജനും ഭരതനും അങ്ങനെ അരവിന്ദേട്ടനും അടൂരും ഒക്കെ ഉള്ള ഒരു സന്ദർഭത്തിലൊരു കലാകാരൻ ചലച്ചിത്രത്തെ സ്നേഹിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് അന്ന് സിനിമയുടെ പ്രമേയങ്ങളൊക്കെ വളരെ വ്യത്യാസമായിരുന്നു എന്നുള്ളതാണ്. അവരെടുത്ത പ്രമേയങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടാണ്. അന്ന് സിനിമയിൽ ഫിലോസഫിയുണ്ട്, സിനിമയിൽ ആത്മാംശമുണ്ട്, അതുമല്ലെങ്കിൽ സിനിമ നമ്മളോട് പറഞ്ഞു തരുന്ന കഥകളൊക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നതിന് അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ടിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരുപക്ഷെ അങ്ങനെയുള്ള സിനിമകൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ അദ്ദേഹം ചെയ്ത പടങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ കാണാനും സാധിച്ചു എന്നുള്ളതാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ തിരിച്ചറിയുന്നത് കാലം കഴിഞ്ഞിട്ടും ആ സിനിമകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു അർത്ഥത്തിൽ മരണമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹം ജീവിക്കുകയാണ്. ഈ ജീവിക്കുക എന്ന് പറയുന്നത് താൻ ചെയ്ത പ്രവൃത്തിയോ അന്വേഷണങ്ങളോ വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചറിയുകയും അതിന് മരണം ഇല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരു കലാകാരൻ്റെ ജീവിതം ധന്യമായി എന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണിന്ന്. അപ്പം കാലം തേച്ചു മായ്ച്ചു കളയുന്നില്ല ഒരുപക്ഷെ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ അയാളുടെ പ്രയത്നങ്ങൾ, അയാളുടെ ചിന്തകൾ എന്നുള്ളത് നമുക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അതെ, ഇപ്പം എനിക്ക് വളരെ അടുത്ത് പരിചയം ഹരിയായിട്ടുണ്ടോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഹരിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഞാൻ ജൂറി ചെയർ ചെയ്യുന്ന സമയത്ത് ഹരി അതിൻ്റെ ജൂറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ സിനിമകൾ ഞങ്ങൾ കാണുന്ന സമയത്ത് മലയാളി എന്നുള്ളൊരു അർത്ഥത്തിൽ പലപ്പോഴും പല സിനിമകളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസുകളിൽ സിനിമ എന്ന് പറയുന്ന വിഷ്വൽ ഫോംസിനെ കുറിച്ചിട്ടുള്ള അറിവ് പങ്കിടുന്ന സന്ദർഭങ്ങളിൽ ഒരു ഏറ്റവും അവസാന ദിവസത്തിൽ എന്തുകൊണ്ട് ആ സിനിമ നന്നായി എന്ന് പറയാനായിട്ട് ഒരു ജൂറിക്ക്
പ്രത്യേക അന്വേഷണത്തിൻ്റെ ഭാവങ്ങൾ അവിടെ പ്രകടിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹരിയുടെ ആർഗ്യുമെൻ്റ് ഒരുപക്ഷെ നമ്മൾ ഈ കോർട്ടിൽ നമ്മൾ വക്കീൽ ആർഗ്യൂ ചെയ്യുന്ന പോലെ തന്നെ ആർഗ്യൂ ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കുന്ന സന്ദർഭങ്ങൾ ഇന്ന കാരണത്താൽ ഇത് മറ്റേതിനേക്കാൾ ഭേദമാണ്, അതല്ലെങ്കിൽ ഇന്ന കാരണത്താൽ നമുക്കത് ഒരുപക്ഷെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ സിനിമ എന്നുള്ള നിലയ്ക്ക് ആ ചിന്ത അവിടെ ആവശ്യമാണോ എന്നുള്ളതും അവിടെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ആർഗ്യുമെൻറ്റുകളിൽ, അതായത് നല്ല സിനിമ കണ്ടെത്താനായിട്ട് നമ്മൾ വാദിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു ജൂറിയുടെ അറിവ് സിനിമയെക്കുറിച്ചിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം കണ്ട ചിത്രങ്ങളും നല്ലതും ചീത്തയും എങ്ങനെ മാറ്റിവെക്കുന്നു എന്നുള്ള അറിവുമൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പം നമ്മളെടുക്കുന്ന പല സബ്ജക്ട്സുകളും നേരത്തെ രാജ്യമ്മയെക്കുറിച്ചിട്ട് TV ചന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതൊരു 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷമോ 30 വർഷമോ ആ പടമെടുക്കുന്ന സന്ദർഭത്തിലേക്കായില്ല, അല്ലെങ്കിൽ അതിൻ്റെ വികാരങ്ങളായിരുന്നില്ല ഒരുപക്ഷെ രാജ്യമ്മ രണ്ടാമത് അദ്ദേഹം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ. അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ബന്ധങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സ്വന്തമായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തി എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാളെടുക്കുന്ന തീരുമാനങ്ങളുടെ ശക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു സിനിമ, വയലൻ്റായിട്ടുള്ളൊരു സിനിമ എടുക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്ന വ്യക്തിയുടെ മനസ്സ്. അതിൽ തീർച്ചയാണ് ഹരിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തത നമ്മൾ അദ്ദേഹം സിനിമ ഏത് നല്ല സിനിമ എന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ തൻ്റെ പ്രവൃത്തികളും അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതും അതിനകത്ത് വ്യക്തത കിട്ടുകയുണ്ടായിട്ടുണ്ട്. ഒരുപാട് KSFDC മാത്രമല്ല അദ്ദേഹം ജൂറിയായിട്ട് പല തവണ അദ്ദേഹത്തെ അവിടെ ക്ഷണിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമൺ സിനിമയും SC/ST സിനിമയും അതുപോലെ തന്നെ വേറെ പല സന്ദർഭങ്ങളിലും ഒരുപക്ഷെ സ്ക്രീൻ പ്ലേ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ KSFDC ആയിട്ട് ബന്ധപ്പെടുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിൽ അതിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ആ കാഴ്ചപ്പാടുകളിൽ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്ന അന്വേഷണങ്ങളെന്ന് പറയുന്നത് തീർച്ചയാണ് നമ്മുടെ കൂടെ ഒപ്പമിരിക്കുന്ന വ്യക്തിയും തന്നോടൊപ്പം തന്നെ അയാളുടെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ഒരു സിനിമാക്കാരനായിട്ട് മാറണം എന്ന് തിരിച്ചറിയുമ്പോൾ, ആ വേദനകൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ തീർച്ചയാണ് അയാളെ തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഹരിയെ ഞാൻ കൂടുതൽ ബഹുമാനിക്കാനുള്ള സന്ദർഭങ്ങളിലേക്ക് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടാതെ ഈ കൂട്ടത്തിൽ നമ്മൾ അനുസ്മരിപ്പിക്കുന്ന കൂട്ടത്തിൽ സംഗീത് ശിവൻ, അപ്പം എവിടെയാണ് സംഗീതമായിട്ട് ആ കുടുംബം പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിവൻ ഒരുപക്ഷെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തുടക്കം കുറിക്കുന്നതിന് അന്ന് കരുണാകരൻ ഒരു ഈ സാംസ്കാരിക രംഗ ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ചലച്ചിത്രം എന്ന് പറയുന്നതിന് സ്വന്തമായിട്ടൊരു സ്ഥലം വേണം, അത് എവിടെ വേണം എന്നുള്ളത്
തിരുവനന്തപുരത്ത് വേണോ അതല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകണോ എന്നുള്ളതിൻ്റെ കൂടുതലും തിരുവനന്തപുരത്ത് തന്നെ വേണം എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തെ ബോധിപ്പിച്ചിട്ടുള്ളത് ശ്രീ ശിവനാണ്. അപ്പം തിരുവനന്തപുരത്താവാം എന്ന് പറയുന്നതിൻ്റെ പല കാരണങ്ങൾ. അന്ന് 2 സ്റ്റുഡിയോസാണ് ആലപ്പുഴ നമുക്ക് അറിയാം, കുഞ്ചാക്കോൻ്റെ ഉദയ സ്റ്റുഡിയോ. ഇപ്പം സ്റ്റുഡിയോ ഉള്ള സ്ഥലത്ത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇവിടെ നീല പ്രൊഡക്ഷൻസിൻ്റെ സ്റ്റുഡിയോ ഉള്ള നമ്മൾക്കൊക്കെ അറിയാം. അവിടെ അപ്പം അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു ദൗത്യം, അതിനേക്കാൾ ഉപരി ഈ സ്റ്റുഡിയോ സിസ്റ്റംസ് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളം. ഇന്നിപ്പം കുഞ്ചാക്കോൻ്റെ പടങ്ങൾ വാസ്തവത്തിൽ നമ്മളൊന്ന് പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലെ വ്യക്തികളെല്ലാവരും, അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള വ്യക്തികളെല്ലാവരും പിന്നീട് പ്രസിദ്ധരാകുകയാണ് ഉണ്ടായത്. അതായത് ടാലൻറ്റുകളെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങൾ. ഇപ്പം വയലാറായാലും ഭാസ്കരൻ മാഷായാലും ദേവരാജൻ മാഷായാലും ഒക്കെ തന്നെ ഒരു പടത്തിന് വേണ്ടി ആരെ എൻഗേജ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള. അപ്പം അതുപോലെ തന്നെ ശ്രീ ശിവൻ, അദ്ദേഹത്തിന് ഇങ്ങനെ അച്ഛൻ. അപ്പം അവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം രാമുകാരിയായിട്ട് വർക്ക് ചെയ്യുന്നു. രാമുകാരിയായിട്ട് ആദ്യത്തെ ഡയറക്ടർ ബോർഡിൽ രാമുകാരിയായിട്ടുണ്ട്, വിൻസെൻ്റ് മാഷുണ്ട്, ഭാസ്കരൻ മാഷുണ്ട്, പിന്നെ കൂട്ടത്തിൽ അരവിന്ദനുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൻ്റെ തുടക്കം ഇടുന്ന സമയത്ത് വളരെ വ്യക്തമായ ധാരണകൾ ഉള്ള വ്യക്തികളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നതിലും ആ ഫാമിലി വളരെയധികം ഉന്നതമായ കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടൊരു സിനിമാറ്റോഗ്രാഫർ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ടൊരു സിനിമാറ്റോഗ്രാഫർ ഒരുപക്ഷെ സിനിമ എടുക്കണം, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നതിൻ്റെ സംവിധാനം ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പം വളരെ പെട്ടെന്നത് തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കളർ സിനിമയേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആകെ നമുക്ക് കിട്ടുന്ന ലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ഒരു വികാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ചെറിയ ഏരിയകളിൽ അതുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളാണ്. പക്ഷെ അത് കളർ വന്നപ്പം അത് ഇന്നത്തെ ഡിജിറ്റൽ ഫോമിലേക്ക് വരുമ്പോഴും ഒക്കെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് ഇത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നപ്പം ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫർ ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോഴും തീർച്ചയാണ് വിഷ്വൽസിൻ്റെ സാധ്യതകൾ കൂടുതൽ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അതൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടൈമിൽ ചെയ്യുക എന്നുള്ളതാണ്. യോദ്ധ അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും വരുമ്പോഴും നമുക്കതിൻ്റെ ഘടന എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. വളരെ ചെറിയ ഷോട്ടുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ കിട്ടിയിരുന്ന അർത്ഥങ്ങൾ, സംഗീതം വളരെയധികം. പിന്നെ ബോംബെയിൽ ആയതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിലായാലും അത് വ്യത്യസ്തമായിട്ട് അവരുടെ കൂട്ടുകെട്ടുകൾ, താൻ ചെയ്ത ചില പ്രവർത്തനങ്ങളൊക്കെ തന്നെ പക്ഷേ നമുക്കറിയാം അവിടുത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട പല വ്യക്തികളും അന്നത്തെ ഫിലിം ഡയറക്ടേഴ്സും അവരുടെ അറിവുകളും ഒക്കെ തന്നെ സംശീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം അങ്ങനൊരു വ്യക്തികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പം ഈ 2 വ്യക്തികളെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ 2 ജഡ്ജ്മെൻ്റാണ് നമുക്കുള്ളത്. ഒന്ന്, സിനിമ ഉള്ളിലേക്ക് എത്താൻ വേണ്ടി ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ
ഒരുപക്ഷെ സഹനശക്തി എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അർത്ഥതലങ്ങൾ കൂടുതൽ തലങ്ങളിലേക്ക് ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുന്ന ഇമേജിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമായിട്ട് ഒരാളെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ഹരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നത് തൻ്റെ വാക്കുകൾ ഇമേജായിട്ട് മാറുമ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പെർഫോമേഴ്സിന് കൂടുതൽ സാധ്യതകൾ ഒരുപക്ഷെ ഡയറക്ടർ കൊടുക്കുമ്പോൾ മറ്റേ വ്യക്തി പെർഫോമൻസിനോടൊപ്പം തന്നെ ആ പെർഫോമൻസിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന നടൻ്റെ കേപ്പബിലിറ്റി എത്ര കൊണ്ടെന്ന് തിരിച്ചറിയാനുള്ള സന്ദർഭമായിട്ടും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ വ്യക്തികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവരുടെ പടങ്ങളൊക്കെ നമ്മൾ പിന്നെ പഠിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഹരിയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ സംഗീതത്തെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത്. അത് പഠിക്കേണ്ടി വരുന്നു, അത് പഠിക്കേണ്ട സിനിമകളാണെന്ന് തിരിച്ചറിയുന്നു. അത് തന്നെയാണ് അവരുടെ എല്ലാവരുടെയും സുഹൃതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ. ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, എനിക്ക് 7 മണിക്കൊരു പരിപാടിക്ക് പോകണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതുകൊണ്ടാകാം ഇത്രയും വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്നെ ആദ്യം സംസാരിക്കാൻ അനുവദിച്ചത്. ഇത് ഒട്ടും ഔപചാരികതകളില്ലാത്ത, ആമുഖങ്ങളൊന്നും വേണ്ടാത്ത ഒരു സ്നേഹത്തിൻ്റെ കൂടിച്ചേരലാണ്. ഈ അടുത്ത നാളുകൾ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന കുറച്ചു പേർ, നമ്മളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്ന കുറേ മഹത് വ്യക്തിത്വങ്ങൾ അകാലത്തിൽ ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞ അവരുടെ ഓർമ്മകളുടെ നൊമ്പരവുമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇന്നിപ്പോൾ ഉള്ളത്. ഈ പുറകിൽ കാണുന്ന ഈ 5 പേരുടെയും ചിത്രങ്ങൾ, അത് നമ്മൾ സിനിമാ കുടുംബത്തിലെ അംഗങ്ങൾ, നമുക്ക് അത് കേവലം ചിത്രങ്ങൾ മാത്രമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് അവർ നമ്മളുടെ ജീവിതവുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട് ആഴത്തിൽ നമ്മളെയൊക്കെ സ്വാധീനിച്ചിരുന്ന വലിയ വ്യക്തിത്വങ്ങളാണ്. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, അവർ മലയാള സിനിമയ്ക്ക്, നമ്മുടെ സാംസ്കാരിക രംഗത്തിന്, കലാരംഗത്തിന് നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ചൊക്കെ ദീർഘമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ ഓരോരുത്തരെയും കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ എല്ലാവരും ഒക്കെ അത് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായിട്ട് ആരെക്കുറിച്ചും സംസാരിക്കുന്നില്ല. ഇതിനകത്ത് ശ്രീ G.K. പിള്ളത്ത് എന്ന് പറയുന്ന ആ വലിയ കവി, സിനിമാ ഗാനരചയിതാവ്, അദ്ദേഹവുമായിട്ടാണ് എനിക്ക് അത്രയേറെ ഒരു ആത്മബന്ധം, ഒരു സൗഹൃദം ഉണ്ടാകാതെ പോയത്. അതൊരു പക്ഷേ നമ്മളൊക്കെ സിനിമയിൽ സജീവമാകുന്ന കാലത്ത് അദ്ദേഹം അങ്ങനെ അധികം സിനിമയിൽ ഇല്ലാതിരുന്നത് കൊണ്ടാകണം. അദ്ദേഹത്തിൻ്റെ നാടക വേദിയുമായിട്ടുള്ള ബന്ധം, നാടക ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾ, A.N. തമ്പി സാർ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പഴയ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പാദസരം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ കാറ്റു വന്നു കള്ളനെ പോലെ എന്ന ഗാനങ്ങൾ, അതൊക്കെ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഹൃദയത്തിലുള്ള ഗാനങ്ങളാണ്. നാടക ഗാനങ്ങളുടെ മേഖലയിലും അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകളുണ്ട്. ഒരു കവി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ ശ്രീ ബിജു വട്ടപ്പാറ, അദ്ദേഹം സംവിധായകനും തിരക്കഥാകൃത്തും. അദ്ദേഹവുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു വലിയ ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധിച്ചില്ല. മറ്റ് 3 പേർ, ഹരികുമാർ സാറ്, അതുപോലെ ശ്രീ സംഗീത് ശിവൻ, കനകലത ചേച്ചി, ഇവരുമായിട്ടൊക്കെ ഒരു വലിയ സൗഹൃദം, ദീർഘകാലമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹരികുമാർ സാറിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. മലയാളത്തിലെ ഈ മുഖ്യധാരാ സിനിമകൾക്കും നമ്മുടെ ഈ കലാമൂല്യമുള്ള മറ്റ് സിനിമകൾക്കുമൊക്കെ ഇടയിൽ ഒരു മധ്യവർത്തി സിനിമ സാധ്യമാണ്. അത് പ്രേക്ഷകർക്ക് പ്രിയങ്കരമാകുന്ന രീതിയിൽ
അത് ചിത്രീകരിക്കാനാകും, അത് ബോക്സ് ഓഫീസിലും വിജയമാകും എന്ന് നന്നായി തെളിയിച്ച ഒരു സംവിധായകനാണ് ഹരികുമാർ സാർ. എം ടി വാസുദേവൻ സാറിൻ്റെ തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃതം ഇവിടെ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസാണ്. 18ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു, ഏതാണ്ട് അത്ര തന്നെ സിനിമകൾക്ക് തിരക്കഥ എഴുതി. ഇതിലെല്ലാം പ്രമേയത്തിൻ്റെ കാര്യത്തിൽ, ആവിഷ്കരണത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യസ്തമായ ശൈലിയിലുള്ള സിനിമകളാണ്. എല്ലാ സിനിമയിലും ഒരു ഹരികുമാർ ടച്ച് നമുക്ക് കാണാനാകുന്ന സിനിമകൾ. ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു നല്ലൊരു കലാകാരൻ, മനുഷ്യൻ ആണ് പ്രധാനമെന്ന് ചിന്തിച്ചിരുന്ന ഒരു വലിയ വ്യക്തിത്വം. സംഗീതേട്ടൻ എന്നോട് വലിയ സൗഹൃദമാണ്. അദ്ദേഹത്തിൻ്റെ ഗാന്ധർവം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും നമുക്കറിയാമല്ലോ, അത് ഓരോ വിഷ്വൽ ട്രീറ്റുകളായിരുന്നു. ഒരു എന്താണ് മലയാള സിനിമയിൽ അതൊരു ഏറ്റവും നല്ല ഒരു വാണിജ്യ മൂല്യങ്ങളൊക്കെ കൃത്യമായി ചേർത്ത്, എന്നാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടെക്നോളജിയുടെയൊക്കെ ഒരു വലിയ പിൻബലത്തോടു കൂടി നന്നായി സിനിമയുടെ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ചിരുന്ന ഒരു വലിയ സംവിധായകൻ, ഛായാഗ്രാഹകൻ, ഒരു വലിയ സിനിമാ കുടുംബത്തിലെ അംഗം. അപ്പോൾ ഇവരൊക്കെ നമ്മുടെയൊക്കെ ഒരു വല്ലാത്ത ഒരു 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 അവസ്ഥയിൽ തന്നെയാണ് നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഒരു വേർപാടിൻ്റെ ഈ ഒരു വിയോഗത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മളിവിടെ ആയിരിക്കുന്നത്. കനകള നിശ്ചയിച്ചുമായിട്ടൊക്കെ എനിക്ക് ദീർഘകാലമായിട്ടുള്ള ദൂരദർശൻ്റെ ആദ്യകാലത്ത് ചില ടെലിവിഷൻ പരിപാടികളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് പിൽക്കാലത്ത് ചില സിനിമകളിൽ നാടകത്തിൻ്റെ അരങ്ങിൽ നിന്നുള്ള പരിശീലനം നേടിയിട്ട് ആ ഒരു അനുഭവത്തിൻ്റെ ബലത്തിൽ സിനിമയിൽ ശക്തമായി തന്നെ നിന്ന അഭിനയത്തിൽ ഒക്കെ വളരെ ഇവരെല്ലാം നമ്മുടെ ഒരു മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് നമ്മളോടൊക്കെയുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെ കൂടി ഒരു 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 പ്രതീകങ്ങളായിട്ടാണ്. ഒരു സിനിമയിലെ ഒരു വലിയ സംഭാവനകളാണ്, വലിയ കലാകാരന്മാരൊക്കെയാണ്. പക്ഷേ അതിലൊക്കെ അപ്പുറം മനുഷ്യനെ മനുഷ്യനായി അറിയുന്ന, മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു വലിയ ഒരു മനസ്സിൻ്റെ ഉടമകൾ കൂടിയായിരുന്നു ഇവരെല്ലാം. ആ ഒരു വ്യക്തിത്വങ്ങളെല്ലാം നമ്മളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാ വിയോഗങ്ങളും എല്ലാ വേർപാടുകളും ദുഃഖകരമാണ്. ചില വേർപാടുകൾ കാലം പോകെ അതിൻ്റെ മുറിവ് ഉണങ്ങും. പക്ഷെ ചില വേർപാടുകൾ അത് കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു നൊമ്പരമായിട്ടൊക്കെ അവശേഷിക്കും. ഇതിലങ്ങനെയാണ് ഇവരുടെയൊക്കെ വേർപാട് മുന്നേ കടന്നുപോയി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപോയ എല്ലാവരെയും കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള, അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും വിനയപൂർവ്വം ആദരാഞ്ജലികൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമസ്കാരം. ഛായാഗ്രാഹകനും സംവിധായകനുമായ പ്രിയപ്പെട്ട സംഗീത് ശിവനെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ TK രാജീവ് കുമാർ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, സംഗീതിനെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം മാറി വാനീസിലായിരുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നു എന്ന് സ്വയം അറിയാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് പരിചയം. എനിക്ക് സംഗീതമായിട്ടുള്ള അടുപ്പം, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു ഹോക്കി ടീമിലെ കളിക്കാരനും അതുപോലെ തൈക്കാട് സ്പോർട്ടിംഗ് ക്ലബിലെ ഹോക്കി പ്ലെയറായിരുന്നു ഞാൻ. അതേസമയത്ത് അദ്ദേഹം മെഡിക്കൽ കോളേജിലുള്ള ഗ്രിനേഡ്സ് ക്ലബിലെ ഹോക്കി പ്ലെയറായിരുന്നു. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും അടുത്തിടപഴകിയിരിക്കുന്ന ഹോക്കി എന്ന കളിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ തൈക്കാട് ഗ്രൗണ്ടിലോ ഞങ്ങൾ ഒരുമിച്ച് സൗത്ത് സോൺ യൂണിവേഴ്സിറ്റി ക്യാമ്പുകളിൽ ഹോക്കിക്ക് വേണ്ടി ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. സന്തോഷ് ശിവൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോക്കി പ്ലെയറായിരുന്നു. ഞാനന്ന് ആ കാലത്ത് സന്തോഷിനെയും സംഗീതിനെയും എൻ്റെ മനസ്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൽ കളിക്കാൻ സാധ്യതയുള്ള ഒരു സെൻറ്റർ ഹാഫും റൈറ്റ് ഔട്ടുമാണ് ഈ സഹോദരന്മാർ എന്ന് എനിക്കും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും കരുതിയിരുന്ന ഒരു കാലഘട്ടത്തെ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് ഈ ഗെയിം കളിക്കുന്ന രണ്ടുപേരായിരുന്നു സംഗീതും സന്തോഷും. അപ്പോൾ ഞാൻ നിർഭാഗ്യവശാൽ ഞാനും റൈറ്റ് ഔട്ടിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റി സൗത്ത് സോൺ സെലക്ഷൻ കിട്ടിയാൽ കരയിലിരിക്കേണ്ട ഗതികേടാണ് എനിക്കെപ്പോഴും ഉണ്ടാകുന്ന കാര്യം. വളരെ മനോഹരമായി റൈറ്റ് ഔട്ടായി കളിക്കുന്ന ആളായിരുന്നു സന്തോഷ്. അപ്പോൾ സന്തോഷിന് പന്തുകൾ കൃത്യമായി
പാസ് ചെയ്ത് കൊടുത്തിരുന്ന റോളിലായിരുന്നു സെൻറ്റർ ഹാഫ് കളിക്കുന്ന സംഗീതും സന്തോഷും ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ അന്ന് ഗാലറിയിലിരിക്കുന്നവരും മറ്റ് ടീമുകളെ ഉള്ള ആൾക്കാരും ഒരു സിനിമ കാണുന്ന പോലെ ഇവർ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അത്ര രസമായിരുന്നു ഈ രണ്ടുപേരുടെയും അവരുടെ ഹോക്കിയിലുള്ള ഒരു പാഠവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇവർ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇവർ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത ഹോക്കി ടീമിലെ 2 പ്രസിദ്ധരായിട്ടുള്ള കളിക്കാരായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സംഗീത് ക്രിക്കറ്റ് മനോഹരമായി കളിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റി പ്ലെയറുമായിരുന്നു സംഗീത്. മനോഹരമായി ക്രിക്കറ്റ് കളിക്കും. സംഗീതിന് അന്നേ ഉണ്ടായിരുന്ന ഈ സെൻറ്റർ ഹാഫ് എന്ന് പറയുന്ന പൊസിഷൻ, ഒരു ടീമിനെ മൊത്തമായി കൺട്രോൾ ചെയ്യുന്ന ഒരു പൊസിഷനിലാണ് അദ്ദേഹം കളിച്ചിരുന്നത്. അങ്ങനൊരു സൗഹൃദം ഈ കളിക്കളത്തിലുള്ള പോലെ തന്നെ പുറത്തും അന്ന് മുതലൊരു വലിയ സൗഹൃദം കെട്ടിപ്പടുത്താൻ ഒരു വളരെ ഹ്യൂമനായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, പൊതുവെ എല്ലാ കാര്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ വളരെ ലളിതമായിരുന്നു എന്നാണ് സംഗീതിനെ പറ്റി ഞാൻ ആ ലാളിത്യം എന്നും സംഗീതിനുണ്ടായിരുന്നു. സംഗീത് വലിയ സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഒരു ഫെസ്റ്റിവലിന് കാണുമ്പോഴൊക്കെ സംഗീത് പണ്ട് നമ്മൾ കണ്ടിരുന്ന അതേ ഒരു വ്യക്തിയായി, ഒരു മാറ്റവും ഇല്ലാത്തൊരു വ്യക്തിയായി നമുക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, സംഗീതമായി അന്ന് കളിച്ചു വന്നവരുമായും ഞങ്ങളുടെ അങ്ങനത്തെയുള്ള ഒരു ഹോക്കി കൂട്ടായ്മയ്ക്കൊക്കെ എന്നും ഓർത്തിരിക്കുന്ന ഒരാളായിരുന്നു സംഗീത് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് അദ്ദേഹം ഗ്രൗണ്ടിൽ ആ സെൻറ്റർ ഹാഫിൽ നിന്നുകൊണ്ട്, ആ സെൻട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ല പോലെ കളിക്കുവാൻ പന്ത് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന ആ സംഗീത് സത്യത്തിൽ ജീവിതത്തിലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും അദ്ദേഹമായി സഹകരിച്ചിരുന്ന എല്ലാവരോടും ഈ കളിക്കളത്തിൽ പന്ത് കൊടുത്തിരുന്നത് പോലെ അവസരങ്ങൾ പോലും എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത സഹസംവിധായകർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്കൊക്കെ പലപ്പോഴും അദ്ദേഹം മാറി നിന്ന് അവസരങ്ങൾ കൊടുത്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ സംഗീതത്തിന് ഒരു ചലച്ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്നൊക്കെ നമ്മൾ ഇങ്ങനൊരു ചടങ്ങിൽ പറയുമ്പോഴും വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അതാണ് ഞാൻ കൂടുതലും ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. അത് തീർച്ചയായും അത് മലയാളികൾ ഓർക്കേണ്ട നല്ല വർക്കുകൾ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ ആ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ശിവൻ സ്റ്റുഡിയോയിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മന്ത്രിയോടൊപ്പം ഞാനും സുരേഷും ഉണ്ടായിരുന്നു. അന്ന് അവിടെ വന്ന എല്ലാവരുടെയും ഫോട്ടോഗ്രാഫ് സംഗീത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റിംഗ് എല്ലാം ചെയ്തത് സന്തോഷമായിരുന്നു. അപ്പോൾ അവരുടെ ആ സ്റ്റുഡിയോ ഫ്ലോറിൽ സന്തോഷ് ലൈറ്റപ്പ് ചെയ്യുന്നു, സംഗീത് വന്നവരുടെ എല്ലാം ഫോട്ടോഗ്രാഫ് എടുക്കുന്ന അതൊരു വളരെ അൺയൂഷ്വലായിരുന്നു. കാര്യം അവിടെ വന്ന എല്ലാവരുടെയും ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഈ 2 സഹോദരന്മാരും കാണിച്ച ഉത്സാഹവും അതിനുശേഷം ഈ ഫോട്ടോഗ്രാഫ് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മന്ത്രി പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫ് അന്ന് സംഗീതം എടുത്ത, അതായത് ഞാൻ ഒരു സ്റ്റുഡിയോയിൽ അങ്ങനെ പോയി നമ്മൾ ജീവിതത്തിൽ ഫോട്ടോ എടുത്തിട്ടില്ലാത്തത് കൊണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി എടുക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ എന്നെ ഒരു സ്റ്റുഡിയോ ലൈറ്റിങ്ങിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ഞാൻ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. കാര്യം മനോഹരമായി സന്തോഷ് ലൈറ്റ് ചെയ്യുകയും സംഗീത് മനോഹരമായി ഫ്രെയിം ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്. അത് ഇന്ന് അദ്ദേഹം മന്ത്രി സൂചിപ്പിച്ച പോലെ അന്ന് കണ്ട എല്ലാവരുടെയും ഫോട്ടോഗ്രാഫ് ഒരു ആദ്യ ഫോട്ടോഗ്രാഫർ എന്നല്ല, ആദ്യമായി കൊതിയോടുകൂടി ആൾക്കാരെ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സംഗീതിനെ കണ്ടാണ് ഞാൻ അവസാനം സംഗീതിനെ കാണുന്നത്. അത്തരത്തിലൊരു സംഗീതിൻ്റെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ കൗതുകത്തോടുകൂടി ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നല്ല ചിരിയോടുകൂടി അദ്ദേഹം ക്യാമറ ക്ലിക്ക് ചെയ്യുന്നതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കാണാൻ. അങ്ങനെയാണ് ഞാൻ സംഗീതം അവസാനമായി കണ്ടത്. അന്ന് അദ്ദേഹം അവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ശിവൻ സ്റ്റുഡിയോ സത്യത്തിൽ പല സിനിമയിലേക്കുള്ള ഒരു ചെറിയ വിൻഡോ, ഒരു പ്ലാറ്റ്ഫോം പോലെയായിരുന്നു പണ്ട് മുതൽ. പലരും സിനിമയിലേക്ക് വന്നത് ശിവൻ സ്റ്റുഡിയോയിൽ അപ്രൻറ്റീസായി പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കുകയോ ഒക്കെ ചെയ്ത പലരും മലയാള സിനിമയിലെ പ്രസിദ്ധരായിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ടുണ്ട്. ചിലർ നടന്മാരായിട്ടുണ്ട്. അവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ആ പോർട്ട്ഫോളിയോ കൊണ്ട് പലരും സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സ്പേസ് എന്ന നിലയ്ക്ക് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഫൗണ്ടേഷൻ എല്ലാ മാസവും
തിരുവനന്തപുരത്തെ മാത്രമല്ല, തിരുവനന്തപുരത്തെ കല ആസ്വദിക്കുന്നവർക്കും തിരുവനന്തപുരത്തെ കലാകാരന്മാർക്ക് അവരുടെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാനുള്ളൊരു ഇടവും, അതുകൂടാതെ ഇന്ത്യയിലുള്ള മറ്റ് കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തുള്ള കലാകാരന്മാർക്ക് പരിചയപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അന്ന് സൂചിപ്പിക്കുകയും അതിന് ഞാൻ അതിൻ്റെ ഒരു പാർട്ടായി നിൽക്കണം എന്ന് പറഞ്ഞ് എന്നെ വളരെ വാശിയോടുകൂടി എന്നെക്കൊണ്ട് അതിനൊരു പ്രപ്പോസൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ് ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ ഇടപെടലും കൂടിക്കാഴ്ചയും. ഇത്ര പെട്ടെന്ന് അദ്ദേഹം പോകുന്നു എന്ന് അറിയുന്നത് അതിന് 2 ദിവസം മുമ്പാണ്. സന്തോഷ് പറയുമ്പോഴാണ് ഇത്തരം കുറച്ച് കൂടുതലാണ്, ഹോസ്പിറ്റലിലാണ് എന്ന് സന്തോഷ് പറയുമ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള, അതായത് സിനിമ അല്ലെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു ഹാങ് ഓവറും ഇല്ലാതെ ജീവിതത്തിനെ എന്നാണോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൻസിബിലിറ്റി ഉണ്ടായ സമയത്തുള്ള ഒരു ജീവിതം അതേപോലെ കാത്തു സൂക്ഷിക്കാനും അതേ സുഹൃത്ത് ബന്ധങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ ഈ വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഗ്ലാമറോ അല്ലെങ്കിൽ അതിൻ്റെ ഹാങ് ഓവറുകളൊന്നും ഇല്ലായിരുന്ന ഒരു നല്ല സുഹൃത്തും നല്ലൊരു മനുഷ്യനുമായിരുന്നു സംഗീത്. അങ്ങനെ ഓർക്കുക, ഇന്നത്തെ കാലത്ത് വളരെ കുറച്ചുപേരെ കുറിച്ച് നമുക്ക് അങ്ങനെ ഓർക്കാൻ അവസരമുള്ളൂ. അങ്ങനെ ഓർക്കേണ്ട ആളായിരുന്നു സംഗീത് എന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ച് തീർച്ചയായും മലയാളികൾ എന്നും ഓർക്കും. ഞാൻ സംഗീതിനെ കുറിച്ച് സംസാരിക്കേണ്ടതുകൊണ്ടാണ് അത് മാത്രം സംസാരിച്ചത്. ഞാൻ നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാവരെയും ഓർക്കുന്നു. എന്നോടൊപ്പം ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള നടിയാണ് കനകലത ചേച്ചി. ഹരികുമാർ പലപ്പോഴും തിരുവനന്തപുരം സിനിമാ സംഘങ്ങളിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ സിനിമയോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സിനിമ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും, എനിക്ക് തോന്നുന്നു പൊതുവെ ഒരു സിനിമയെ സ്നേഹിക്കുക മാത്രമായിരുന്നു ഹരിച്ചേട്ടൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സിനിമ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ സിനിമാ സംവിധാനപ്പുറത്ത് സിനിമയെ സ്നേഹിച്ചിരുന്ന ഒരാളെന്നാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മറ്റു പലരും ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ഇത് സംഘടിപ്പിക്കാൻ ഈ 3 ഭാരത് ഭവനും അക്കാഡമിയും ഫിലിം ഫെറ്റേണിറ്റിയും തീരുമാനിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കാര്യം ഇത്തരത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മുടെ കൂടെ പ്രവർത്തിച്ചു വന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് അവരുടേതായ ജീവിതം സമർപ്പിക്കുകയും മലയാള സിനിമയ്ക്കും കലാലോകത്തിന് അവരുടേതായ കോൺട്രിബ്യൂഷൻ നടത്തിപ്പോകുന്നവരെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഓർക്കുകയെങ്കിലും വേണം എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ ഇത്തരം ചടങ്ങുകൾ നടത്തുമ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ സന്ദർഭമാണ്. അങ്ങനെ ഒരു മൊമെൻ്റ് ഒരു പക്ഷേ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ അത് സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഒരു തെളിച്ചം ഉണ്ടാവാനും ഒക്കെ കഴിയും. അത്തരത്തിൽ ഈ സന്ദർഭം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ഞാൻ ഇവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സന്തോഷം. അനുസ്മരണ പ്രഭാഷണം നടത്താൻ ശ്രീ ജി സുരേഷ് കുമാർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980-ലോ 81-ലോ ആണ് ഞാൻ ഹരികുമാറിനെ ഒരു ട്രെയിൻ യാത്രയിലാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിൽ പോകുന്നത്. മദ്രാസായിരുന്നു സിനിമാക്കാരുടെ ഒരു കേന്ദ്രം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഇത് സഞ്ചരിക്കുന്ന 3rd ക്ലാസ്സിലാണ്. ആദ്യത്തെ പ്രാവശ്യം ഞാനിങ്ങനെ ആ കമ്പാർട്ട്മെൻറ്റിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളൊരു മൂലയിൽ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കതൊന്നും മനസ്സിലായില്ല, പരിചയപ്പെട്ടില്ല. ഞാനിങ്ങനെ നടന്നങ്ങ് പോയി. പക്ഷെ 2ാമത്തെ പ്രാവശ്യവും ഞാൻ ചെന്നൈയിലേക്ക് പോകുമ്പോൾ അന്ന് അടുപ്പിച്ചടുപ്പിച്ച് പോകുന്ന സമയങ്ങളുണ്ടായിരുന്നു. അന്ന് ആകെ കൂടെ 38 രൂപ 40 രൂപ എങ്ങാണ്ടേ ഉള്ളൂ നമുക്ക് ട്രെയിൻ യാത്ര, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് താഴെ ഉള്ളൂ. അപ്പോൾ 2ാമതേയും പുള്ളി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു, അദ്ദേഹം ചിരിച്ചു. ഞാൻ അടുത്ത് നിന്ന് ഇരുന്നു.
അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അവിടെ വെച്ച്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ആമ്പൽപ്പൂ എന്ന് പറഞ്ഞ സിനിമയുടെ വർക്കുമായിട്ടാണ് പുള്ളി പോകുന്നത്. അന്ന് ഞങ്ങൾ വേറൊരു തമിഴ് പടം അതിൻ്റെ ജോലിയുമായിട്ടാണ് മദ്രാസിലേക്ക് പോയത്. അതിന് ശേഷമാണ് ഞങ്ങളുടെ വേറെ പല പടങ്ങളും ഉണ്ടായത്, ഞങ്ങൾ പ്രൊഡക്ഷനിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്രയിലാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മദ്രാസ് വരെ പോവുകയും അങ്ങനെ പരിചയപ്പെടുകയും ചെയ്തു. പിന്നെ എപ്പോൾ കഴിഞ്ഞാലും ഞങ്ങളെപ്പോഴും സ്ഥിരമായിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ ഇവിടെ ഒരു ഞങ്ങൾ സ്ഥിരം സെക്കൻഡ് ഷോ കാണാൻ പോവുക, അല്ലെങ്കിൽ സ്ഥിരം സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ മിക്കവാറും ഹരികുമാറിനെ കാണും. ഹരികുമാറും സിനിമ കണ്ടിട്ട് എവിടുന്നെങ്കിലും ഇറങ്ങി വരുന്നുണ്ട്. ഹരികുമാർ സ്ഥിരം സിനിമ കാണൽ. അപ്പോൾ ആയുർവേദ കോളേജിൻ്റെ പരിസരത്ത് എന്തോ പുള്ളിയുടെ കുറേ സുഹൃത്തുക്കൾ വന്ന് അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ പുള്ളി എപ്പോഴും കാണുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയുള്ള പരിചയമാണ് ഞങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പടത്തിൻ്റെ എനിക്ക് പിന്നെ ഓർമ്മയുണ്ട്, ഈ ആമ്പൽപ്പൂവിൻ്റെ ഒരു പ്രിവ്യൂ അവിടെ നടക്കുമ്പോൾ കുറേ ആ പ്രിൻ്റുമായിട്ട് ഹരി കുറേ നടന്നു ഇത് കച്ചവടമാക്കാനായിട്ട്. അന്ന് ഇത് പ്രൊജക്ഷൻ ഇട്ട് കാണിക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം എന്നെ വിളിക്കുകയും അത് ഞാൻ ആ പടം പോയി കാണുകയും ചെയ്തു. രൂപ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റായിരുന്നു അതിൽ അഭിനയിച്ച്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുള്ളിയാണ്. പിൽക്കാലത്ത് ആ കുട്ടി ഒത്തിരി പടത്തിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു സ്വകാര്യം എനിക്ക് ഓർമ്മയുള്ള വിദ്യൻ്റെ ഒരു സിനിമ അദ്ദേഹം ചെയ്തു, അയനം, പുലി വരുന്നേ പുലി, അങ്ങനെ ഒത്തിരി സിനിമകൾ. അപ്പം എപ്പോഴും കാണും. ഹരികുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരികുമാർ വളരെ, എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു ഇൻട്രോവേർട്ടായിരുന്നു. എല്ലാത്തിനും വലിഞ്ഞു നിൽക്കും, മാറി നിൽക്കും. എപ്പോഴും അങ്ങനെ ഒരു വലിയ കമ്പനികളിലൊന്നും ചേരുന്നില്ല. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പുള്ളി ഇഷ്ടമുള്ളവരടുത്ത് മാത്രം സംസാരിക്കുകയും അങ്ങനെ വളരെ സൗമ്യനായിട്ട് നീങ്ങുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴും എപ്പോഴെങ്കിലും കാണുമ്പോഴും ഒക്കെ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും പിന്നെ ഇടയ്ക്ക് മോളുടെ അമ്മുവിൻ്റെ കല്യാണത്തിന് എന്നെ വന്ന് ക്ഷണിക്കുകയും ഞാനവിടെ പോവുകയും അദ്ദേഹത്തിനെ തകർത്തത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിയോഗമാണ്. ഹരികുമാറിൻ്റെ എനിക്ക് തോന്നുന്നു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ തുടക്കം എനിക്ക് അവിടെ നിന്നാണ് തോന്നുന്നു. ഒറ്റപ്പെട്ടു പോയൊരു തോന്നലായിപ്പോയി പുള്ളിക്ക്, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു എപ്പോഴും. പിന്നെ എന്നെ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു ബുക്ക് എം മുകുന്ദൻ്റെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, അതിൽ മോളുടെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ബുക്ക് എവിടെ ഉണ്ട്, ഇതിൻ്റെ കഥ. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, ഞാനത് തരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ച് ഞാനിത് വായിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ മോളുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത ഒരു സിനിമയും കൂടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറിയായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് അപ്പം അവളുടെ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പിന്നെ നടന്നില്ല ആ പടം. എന്ന് വെച്ചാൽ അവൾക്ക് അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ആന അഗസ്റ്റിൻ അതിൽ അഭിനയിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ്, 2-3 ദിവസം മുമ്പ് ഞാനും രഞ്ജിത്തും കൂടെ തലശ്ശേരിയിൽ ഒരു ഹോട്ടലിൽ ഊണ് കഴിക്കാൻ കയറുമ്പോഴാണ് മോഹൻദൻ സാറും ഹരികുമാറും അഴകപ്പനും കൂടെ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടു. ഞങ്ങൾ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അന്ന് ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ അവിടെ വെച്ച് കാണുന്നത്. പിന്നെ അതിൻ്റെ റിലീസിന് അടുപ്പിച്ച് ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വിളിക്കും. നമ്മുടെ ഫ്രട്ടേണിറ്റിയുടെ പരിപാടിക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളി വരാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നേരത്തെ ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഒരു ഇതിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന ഒരാളായിരുന്നു ഹരികുമാർ. എന്തായാലും നല്ലൊരു കലാകാരൻ. എത്രയോ അവാർഡുകൾ, സുഹൃതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 40-ലധികം അവാർഡുകളാണ് നേടാൻ സാധിച്ചത്. മലയാള സിനിമയ്ക്ക് വലിയൊരു സംഭാവനയാണ് നൽകിയിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞത്. എന്തായാലും ഈ ഇരിക്കുന്ന അമ്മൂനും ഗീതാഞ്ജലിക്കും അത് താങ്ങാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. സംഗീത് ശിവനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, സംഗീത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ കൊച്ചിലെ മുതൽ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ്. സംഗീതം ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഹോളി ഏഞ്ചൽസിൽ പഠിക്കുന്ന കാലം മുതലുള്ള പരിചയമാണ്. അതിനുശേഷം ഞങ്ങൾ YMCAയിൽ വൈകിട്ട് കളിക്കാൻ വരും സംഗീതം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ക്രിക്കറ്റിൻ്റെ ഒരു ക്യാമ്പുണ്ട്, നമ്മുടെ കോച്ചിങ് അവിടെ സെൻട്രൽ സ്റ്റേഡിയത്ത്. അവിടെ ഞാനും സംഗീതം സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വരുമായിരുന്നു. രാജീവ് പറഞ്ഞാൽ ഹോക്കിയിലും അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. ഈ തൈക്കാട് മൈതാനത്തൊക്കെ പുള്ളി ഹോക്കി കളിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ക്രിക്കറ്റിനോടും വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഉള്ളതാണ്. അപ്പോൾ അന്നാണ്
അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വരുന്ന സമയം എത്തിയപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ സ്റ്റാച്ചു വഴി നടന്നു പോകുമ്പോഴാണ് സംഗീതിനെ ശിവൻ സ്റ്റുഡിയോയുടെ നടയിൽ വെച്ച് കാണുന്നത്. കണ്ടപ്പോൾ ഞാനിങ്ങനെ സംഗീതം എടുത്തു. ഞാൻ എൻ്റെ അമ്മാവൻ എനിക്കൊരു 8mm ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് സംഗീതം. എനിക്കത് ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ സംഗീതം പറഞ്ഞ് അത് എടുത്തുകൊണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സംഗീതനെ കൊണ്ട് കാണിക്കുകയും അതിൻ്റെ അകത്തൊരു ഈ 8mm ക്യാമറയിൽ 16mm ഫിലിം ഇടണം, അത് റിവേഴ്സ് ചെയ്തിടണം. അതാണ് ഏറ്റവും വലിയൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ ഫിലിമാണ്. ആ 16mm പകുതിയെ ഓടൂ, അത് കഴിഞ്ഞിട്ട് ഓടിക്കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ടിട്ട് പിന്നെ അത് ഇത് ചെയ്യണം. അപ്പോൾ അത് വൈൻഡ് ചെയ്യുന്ന ഒരു ക്യാമറയായിരുന്നു. അന്നാണ് എനിക്ക് സംഗീതം അവിടുത്തെ ഈ ഡാർക്ക് റൂമും കാര്യങ്ങളും ഒക്കെ കാണിച്ച് തരുന്നതും. അന്നാണ് ഞാൻ എന്താണ് ഇതിൻ്റെ കൂടുതൽ കാര്യം സ്റ്റിൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അതിന് മുമ്പ് ഈ ശിവൻ സ്റ്റുഡിയോ പോയത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മ എന്നെ അവിടെ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത ആ ഫോട്ടോ ഒക്കെ എപ്പോഴും ഒരു പണ്ട്. ശിവൻ സ്റ്റുഡിയോയെക്കുറിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സംഗീതത്തിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ റോളിംഗ് ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു പണ്ടൊരു ക്യാമറ ഉണ്ട്, നമ്മൾ മുകളിൽ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഈ ക്യാമറയൊക്കെ എടുത്ത് കാണിച്ച് എന്നെ പരിചയപ്പെടുത്തുകയും ഒരു 16mm ബോളക്സ് ക്യാമറ, അത് സംഗീതം അന്ന് വർക്ക് ചെയ്യുമായിരുന്നു ആ ക്യാമറയിൽ. അപ്പോൾ അത്ര മിടുക്കനായിരുന്നു സംഗീതം. ചെറിയ പ്രായത്തിൽ അച്ഛൻ്റെ കൂടെ അരുണാചൽ പ്രദേശിൽ പോയി അരുണാചൽ പ്രദേശിനെ കുറിച്ച് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യാനായിട്ട് പോകും. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. പോയി വന്നിട്ട് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് അത് ശരിയാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഡോക്യുമെൻ്ററി തീരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറയുകയും. പിന്നെ നമ്മൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ് ഞാനാണ് ആദ്യമായിട്ട് സിനിമ പ്രൊഡക്ഷൻ തുടങ്ങി സിനിമയിലേക്ക് പോയത്. അതിനുശേഷം 88 വ്യൂഹം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് സംഗീതം വരുന്നത്. അപ്പോഴൊക്കെ നമ്മളെ വിളിക്കും, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാനും. ഈ അടുത്ത കാലം വരെ എപ്പോഴും നമ്മളുമായിട്ട് ബന്ധമുണ്ട്. ഡൽഹി ഇവിടെ 90കളുടെ അവസാനം അടുപ്പിച്ചാണ് സംഗീത് ബോംബെയിലേക്ക് ചേക്കേറിയത്. അതിനു മുമ്പ് എപ്പോഴും എല്ലാ കാര്യത്തിനും എന്തുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു കോൾ വരും. എനിക്ക് അവസാനമായിട്ട് ഒരു മെസ്സേജ് വന്ന കഴിഞ്ഞ ഹോളിയുടെ അന്നാണ്, മാർച്ച് 26-ാം തീയതി എനിക്കൊരു മെസ്സേജ് വന്നത്. അപ്പം അതായിരുന്നു സംഗീതം എനിക്ക് അയച്ച അവസാനത്തെ മെസ്സേജ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വർഷം ജൂൺ 27-ാം തീയതിയാണ് ഈ പറഞ്ഞ രാജീവിനെ എന്നെ അപ്പം എപ്പോഴും എടോ എന്നാണ് വിളിക്കുന്നത്. അപ്പം എടോ ഒന്ന് വന്നിരിക്കുക, ഒരു ഫോട്ടോ എടുക്കട്ടെ തൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്നെ. അത് കഴിഞ്ഞ് രാജീവ്, ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടുണ്ട് വിജയേഷ്, നമ്മുടെ മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഫോട്ടോ അന്ന് പകർത്തുകയും ഈ പറഞ്ഞ പോലെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഉടനെ തന്നെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് കിട്ടിയില്ല. അപ്പം ഞാൻ സംഗീതം വിളിച്ചത് ഇയാൾ ഫോട്ടോ അയക്കാതെ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അയക്കുകയും ചെയ്തു. അപ്പം അതായിരുന്നു അന്ന് ഞാൻ സംഗീതത്തിന് അവസാനമായിട്ട്. അതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് കോവിഡ് സമയത്തിന് സംഗീതത്തിന് ഭയങ്കരമായൊരു അസുഖം വരികയും ഭയങ്കര സീരിയസ് ആവുകയും ചെയ്തിരുന്നു. അതൊക്കെ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. എന്തായാലും സംഗീതം ഇത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. 2 ദിവസം മുമ്പാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ സംഗീതിൻ്റെ അളിയൻ നമ്മുടെ മോഹനേഷിനെ വിളിച്ചപ്പോൾ മോഹനേഷൻ പറഞ്ഞു വളരെ സീരിയസ് ആണ്, ഞാൻ ബോംബെയിലോട്ട് പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ ഞാൻ ജയശ്രീയെ വിളിച്ചപ്പം ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ അവരെ കാണും. എന്തായാലും ജയശ്രീക്കും കുട്ടികൾക്കും സംഗീതിൻ്റെ ഈ വേർപാട് മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ്. ഈ 2 പ്രതിഭകളുടെ നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. എന്തായാലും സംഗീതിൻ്റെ ഈ വിയോഗം ജയശ്രീക്കും 2 കുട്ടികൾക്കും അത് താങ്ങാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ എന്ന് കൂടി പറയുന്നു. പിന്നെ ഉള്ളത് കനകലതയുടെ കാര്യം പറയുകയാണെങ്കിൽ കനകലത നമ്മുടെ ഞാൻ കനകലതയെ കാണുന്നത് 1982 ചമ്പൽക്കാടെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്താണ്. ഞാൻ അന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊന്മുടിയിൽ അവിടെ വലിയൊരു സെറ്റൊക്കെ ഇട്ട് മമ്മൂട്ടി രതീഷ്, അന്ന് നസീർ സാറായിരുന്നു എൻ്റെ ഹീറോ. നസീർ സാറും മൂക്ക ഇവരൊക്കെ ഉള്ള ഒരു സെറ്റിൽ ചമ്പൽക്കാടിൻ്റെ ഒരു വലിയൊരു സെറ്റ്, ഒരു ഡെന്നിൻ്റെ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് തടവറയിൽ ഇട്ടിരിക്കുന്ന ഒരു സീനാണ് ഈ കുട്ടി അഭിനയിക്കാവുന്നത്. ഒരു കൊച്ചുകുട്ടി, ഒരു പാവാടയും ബ്ലൗസും ഇട്ട്. അന്നാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് SSLC എഴുതിയിട്ട് വന്നിട്ട് അഭിനയിക്കുന്ന സിനിമ. അതിന് SSLCക്ക് തൊട്ട് മുമ്പ് കണ്ടാണ്, എൻ്റെ ഒന്ന് ഫെബ്രുവരിയാണെന്ന്, അപ്പോൾ തൊട്ട് മുമ്പാണ് അവിടെ വന്നിരിക്കുന്ന പരീക്ഷയാണെന്ന് എന്തോ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കൊച്ചുകുട്ടിയായിരിക്കും. അന്നാണ് ഞാൻ ഈ കനകലതയെ ആദ്യമായിട്ട് കാണുന്നത്. അതിന് ശേഷം എൻ്റെ 1-2 സിനിമകളിലോളം കനകലത 2 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എപ്പോഴും നമ്മളെ വിളിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് പുള്ളി കനകലതയുടെ ഭർത്താവായിരുന്ന ശശി നമ്മളുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരാളായിരുന്നു. അപ്പം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പാപ്പനംകോട് ഒരു വീട് വെച്ചപ്പം
പാലുകാച്ചിന് എന്നെ വിളിച്ചു, ഞാൻ പോയിരുന്നു. മനോഹരമായിട്ടൊരു വീടൊക്കെ വെച്ചു. അപ്പം ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു. അത് നന്നായിട്ട് നല്ല രീതിയിൽ ഇത്രയും സമ്പാദിച്ച കാശൊക്കെ വെച്ച് സെറ്റിൽ ചെയ്തു. പക്ഷേ എന്തോ കാരണവശാൽ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വീട് വിൽക്കാൻ പോവാണ്, ഒരു പടം എന്തോ എടുത്തിട്ട് അതിനകത്ത് പടത്തിന് ഫൈനാൻസ് ചെയ്യുക എന്തൊക്കെ ചെയ്തിട്ട് കുറേ കടങ്ങളൊക്കെ വന്നു, അതുകൊണ്ട് അത് വിൽക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അതൊരു സങ്കടകരമായ കാര്യമായിരുന്നു കേട്ടപ്പം. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങി. അപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഞാൻ ചോദിച്ചു റിയൽ എസ്റ്റേറ്റ്, അത് തന്നെ, ഞാനിപ്പം സ്ഥലക്കച്ചവടം ഉണ്ട്, എന്തെങ്കിലും സ്ഥലം വേണമെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം പിന്നെ കുറേ നാളത്തേക്ക് വിവരമൊന്നുമില്ല. വീണ്ടും ഇടയ്ക്ക് എൻ്റെ അടുത്ത് വിളിച്ചു, ഇവിടെ എങ്ങാണ്ട് വട്ടിയൂർക്കാവിൽ ഇവിടെ സ്ഥലം കിടപ്പുണ്ട്, വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ 2-3 പ്രാവശ്യം എന്നെ സ്ഥലക്കച്ചവടത്തിനായിട്ട് വിളിച്ചിരുന്നു. അത് വേണോ എന്ന് എൻക്വയറി, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് അതിൽ നിന്ന് കുറച്ച് റിയൽ എസ്റ്റേറ്റ് വളരെ മിടുക്കിയായിട്ട് ചെയ്ത് കുറച്ച് കാശുണ്ടാക്കി അവിടെ ഒരു വീടുമൊക്കെ സെറ്റപ്പ് ചെയ്തു. അതിനുശേഷം കുറേ നാൾ ഒരു വിവരമില്ലായിരുന്നു. പെട്ടെന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ സുഖമില്ല, പെട്ടെന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞറിഞ്ഞത്. പിന്നെ അറിയുന്നത് പെട്ടെന്ന് മരിച്ചു എന്നുള്ള. കനകലത പക്ഷേ ഉള്ള സമയത്ത് സിനിമ എൻജോയ് ചെയ്ത് ഇഷ്ടം പോലെ 350ഓളം സിനിമകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, എന്തൊരു വലിയൊരു കാര്യമാണ്. കനകലതയുടെ സിസ്റ്ററിനെ എനിക്കറിയാമായിരുന്നു. മൂത്ത ചേച്ചിയാണോ ഇളയ ചേച്ചിയാണോ ഇളയ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും കൂടെ വരുമായിരുന്നു, ഷൂട്ടിംഗ് സമയത്തൊക്കെ കൂടെ വരുന്ന ഒരു സിസ്റ്ററുണ്ട്, ചേച്ചിയാണ്, കൂടെ വരുമായിരുന്നു. എന്തായാലും അവരുടെ കുടുംബത്തിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ബാക്കി 2 പേര് ബിജു വട്ടപ്പാറ, ഞാൻ എവിടെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് ബിജുവായിട്ട് അത്ര അടുപ്പമില്ല. ബിജു ശരിക്കും ഒരു നല്ലൊരു സംവിധായകനായിട്ട് വരേണ്ട ഒരാളാണ്. നല്ലൊരു 2-3 പടങ്ങൾ ചെയ്തു, സുരേഷ് ഗോപിയൊക്കെ വെച്ച് പടം ചെയ്തു. പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. കലാഭവൻ മണിയെ വെച്ച് പടം ചെയ്തിട്ടുണ്ട്, ഒത്തിരി 2-3 പടം തിരക്കഥ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇതുപോലത്തെ ആൾക്കാർ ശരിക്കും മലയാള സിനിമയിൽ ഒത്തിരി സംഭാവനകൾ നൽകേണ്ട ആൾക്കാരാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മെ വിട്ടുപോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ വക ആദരാഞ്ജലി അർപ്പിക്കുന്നു. ശ്രീ പള്ളത്ത്, അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടതായിട്ടും എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ല, അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ നിമിഷത്തിൽ അദ്ദേഹത്തെയും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കേരള സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ മധുപാൽ. വേദിയിലിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഹരിചേട്ടൻ്റെ മരണം കഴിഞ്ഞ മെയ് 6-ാം തീയതി മുകുന്ദൻ സാഹിത്യോത്സവം കണ്ണൂർ നടക്കുന്ന ചടങ്ങിൽ മൂന്നേട്ടൻ എഴുതിയിട്ടുള്ള സിനിമകളെക്കുറിച്ചൊക്കെ, കഥകളെക്കുറിച്ചൊക്കെ, സിനിമ ആക്കിയ കഥകളെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഏറ്റവും അവസാനം ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന സിനിമയെക്കുറിച്ച് ഹരിചേട്ടൻ്റെ ഈ കഥ വന്ന സമയത്തും നേരത്തെ ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിചേട്ടൻ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം, ഹരിചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ മൈക്ക് അടുത്ത ആൾക്ക് മാറിക്കഴിഞ്ഞ് ഫോണിനകത്തൊരു മെസ്സേജ് വരുന്നു. നോക്കിയപ്പോഴാണ് ഹരികുമാർ പാസ്ദേവി എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നത്. ഹരിചേട്ടനെ എനിക്ക് ശരിക്കും കഴിഞ്ഞ ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ തന്നെ ലെനിൻ സാറ്, മോഹനേട്ടൻ, ചന്ദ്രേട്ടനൊക്കെ ഉള്ള ആ ഒരു അവരുടെ ഒരു സിനിമകളുടെ തുടർച്ച പോലെ ഞാൻ 90-ൽ വന്ന ആ നാൾ മുതൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും ഹരിചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഏറ്റവും ഈ ക്ലിൻ്റ് ആയാലും കെ വി മോഹൻകുമാർ ആയിരുന്നു തിരക്കഥ. ആദ്യത്തെ സിനിമ പെരുമ്പടം ശ്രീധരനായിരുന്നു. കാറ്റും മഴയും എന്ന് പറയുന്ന സന്തോഷ് ചേച്ചിക്കാനും. ഇങ്ങനെ ഒരു വലിയ തോതിൽ എഴുത്തുകാരുമായിട്ടൊരു സൗഹൃദവും സ്നേഹവും ഒക്കെ നിർത്തിക്കൊണ്ട് പോയിട്ടുള്ള ഒരു ഫിലിം മേക്കറോടൊപ്പം ഞാൻ ഒരു സിനിമയിൽ ഉറൂബിൻ്റെ രാച്ചിയമ്മ എന്ന കഥ ടെലിവിഷന് വേണ്ടി ചെയ്ത സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരക്കഥയായി കഴിഞ്ഞപ്പോഴും നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്നേഹം എന്ന് പറയുന്നത്, ഈ ഒരാൾ
അയാളുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കണം എന്ന്, അതിനുവേണ്ടി ഏതു വഴി എത്രത്തോളം ശ്രമകരമായ ജോലിയാണെങ്കിൽ ആ ശ്രമം സക്സസ് ആക്കി മാറ്റണമെന്ന് പറയുന്നൊരു കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ്റെ മനസ്സ് പലപ്പോഴും ഹരിചേട്ടൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, സിനിമ ഇല്ലാത്ത സമയങ്ങളിലും വിളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ സിനിമയെക്കുറിച്ച് തന്നെയാണ്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഹരിചേട്ടൻ എന്നും സംസാരിച്ചിട്ടുള്ളത് എന്നാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു നല്ല സൗഹൃദം കേരള ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഹരിചേട്ടൻ വളരെ കൃത്യമായിട്ട് ഒരാളോട് എന്തു വേണം എന്തു വേണ്ട എന്ന് പറയാനുള്ളൊരു മനസ്സുകൂടി കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. ഒരു നല്ല അടുപ്പമുള്ളൊരു മനുഷ്യൻ്റെ വിയോഗമാണ് അക്ഷരാർത്ഥത്തിൽ ഹരിചേട്ടൻ്റെ വേർപാടിലൂടെ അനുഭവിക്കുന്നത്. സന്തോഷേട്ടനെ സംഗീതേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് 91 യോദ്ധ ഷൂട്ടിംഗ് നടക്കുന്ന കാലത്ത് പാലക്കാട് പറളി ഇടത്തറ എന്ന സ്ഥലത്ത് എൻ്റെ വീടിന് അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് താമസിച്ചിരുന്നൊരു വീടുണ്ടായിരുന്നു. ആ വീടിന് മുമ്പിലാണ് ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. പടകാളി പാട്ട് ചെയ്യാനായിട്ട് ആ ഗ്രൗണ്ടിലായിരുന്നു ഒരു സെറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ഞങ്ങൾ അപ്പോൾ അവിടെയല്ല താമസിച്ചതെങ്കിൽ പോലും ഞാൻ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഗോപിച്ചേട്ടൻ്റെ യമനം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തെടുക്കുന്ന സമയത്താണ് ഞാൻ സംഗീതേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതും ഇതേപോലത്തെ പറഞ്ഞാൽ അന്നും ഹരിചേട്ടനും ഞാൻ അതൊരു കാര്യം പറഞ്ഞാൽ ഗോപിച്ചേട്ടൻ്റെ യമനം എന്ന സിനിമയിലേക്ക് വരുമ്പോഴും ഇതേപോലെ ഹരിചേട്ടനും ലെനിൻ സാറും KR മോഹനും ഒക്കെ ഉള്ള ഷായ് സാറും ഒക്കെ ഉള്ള ഒരു വലിയ സൗഹൃദത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഗോപിച്ചേട്ടൻ്റെ യമനം എന്ന സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം ഇത്തരം ആളുകളുമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്തുനിന്നുകൊണ്ട് ഞാൻ ആ ഒരു ധൈര്യത്തിൻ്റെ നിന്നുകൊണ്ട് ഞാൻ സംഗീതത്തിനെ പോയി കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്ന് മുതൽ തുടങ്ങിയ ഒരു സ്നേഹമുണ്ട്. കാരണം ഞാൻ ഇവിടെ വരുമ്പോഴും തിരുവനന്തപുരത്ത് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒരു മെസ്സേജുകളിലുമായിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ കോവിഡ് കാലത്ത് ശരിക്ക് സുരേഷേട്ടൻ പറഞ്ഞ പോലെ മരിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് പോയ ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും തിരിച്ചു വരികയും ഇപ്പോൾ ഇവിടെ വന്ന് ശിവൻ സാറിൻ്റെ ആ ഒരു സ്റ്റുഡിയോയുടെ മ്യൂസിയം പോലെ ആയിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു മനസ്സ് കാണുകയും അത് പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും വളരെ കൃത്യമായിട്ട് തിരിച്ചു വരുമ്പോൾ ബോംബെയിൽ പോകുമ്പോഴും വല്ലപ്പോഴും ഒക്കെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാൾ. ലെനിൻ സാറ് സന്തോഷേട്ടനെ വെച്ചിട്ട് ഇത് മകരമഞ്ച് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ വരികയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്നേഹമുള്ള മനസ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരു ശ്രമം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് വളരെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കാര്യത്തിൽ എപ്പോഴും സംഗീതേട്ടനും സന്തോഷേട്ടനും രണ്ടുപേരും ഉണ്ടത്. കാരണം അതൊരു അത്രയും എൻകറേജ് ചെയ്തുകൊണ്ടാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു ശിവൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരുപാട് മനുഷ്യർ ഒരുപാട് കലാകാരന്മാർ ഉണ്ടായതുപോലെ തന്നെ അത് ആ മക്കൾക്ക് കിട്ടിയിട്ട് ആ മക്കളത് കൃത്യമായിട്ട് സജീവായാലും എല്ലാം. കാരണം എനിക്ക് വളരെ കൃത്യമായിട്ട് നമ്മളോട് അത്രമേൽ അടുപ്പത്തോടു കൂടി നിന്ന് നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയുടെ വിയോഗവുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹരിചേട്ടൻ്റെയും സംഗീതത്തിൻ്റെയും കാര്യത്തിലുള്ളത്. ബിജു വട്ടപ്പാറ, ഞാൻ ശരിക്ക് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ വീട്ടിൽ പോയിരുന്നപ്പോഴും ഫ്ലാറ്റിൽ പോയിരുന്ന കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിജു വട്ടപ്പാറ. അടുത്തൊന്നും അധികമൊന്നും പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും അധികം സംസാരിച്ചില്ലെങ്കിൽ പോലും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അവിടുന്ന് 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹം. വളരെ കൃത്യമായിട്ട് നോവലുകൾ എഴുതിയിട്ടുള്ള, ആ നോവലുകൾ ടെലിവിഷന് വേണ്ടി സീരിയലുകളാക്കിയിട്ടുള്ള, സിനിമ ചെയ്യുകയും ഒക്കെ ചെയ്തില്ല. കാരണം മാധവിക്കുട്ടിയുടെ ഒരു കഥ എടുത്ത് തന്നെയാണ് രാമരാവണൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്യുന്നതും. അപ്പം അത്രയും ഒരു അടുപ്പമുണ്ട്. പക്ഷെ വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ വേർപാട് കൂടിയാണതല്ല. കനകലത ചേച്ചിയോടൊപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം വളരെയധികം സജീവമായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ. എപ്പോഴും ഈ മനുഷ്യൻ്റെ മനസ്സിൽ നല്ല മനസ്സുകളുണ്ടാകുന്ന ആളുകൾ നമ്മളോടൊപ്പം നിൽക്കുകയും ഇവരെക്കുറിച്ച് ഓർക്കുക മാത്രം ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നൊരു വല്ലാത്ത അവസ്ഥയാണ് ശരിക്കും ഈ മരണം കഴിയുമ്പോൾ ആളുകളെക്കുറിച്ച് ഈ അനുസ്മരണ ചടങ്ങുകൾ നടത്തുക എന്നുള്ളത്. ഇവരെല്ലാം ഒരർത്ഥത്തിൽ
ഞാൻ എന്നെ സംബന്ധിച്ചില്ല ഇവരാരും മരിക്കുന്നില്ല. കാരണം പള്ളസാറൊന്നും മരിക്കുന്നില്ല. കാരണം ആർക്കും മരിക്കാനാവില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ചെയ്തു വെച്ചുള്ള വർക്ക് ഓഫ് ആർട്ട് സജീവമായിട്ട് മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യനിൽ കല പറ്റാത്തിടത്തോളം കാലം, മനുഷ്യനിൽ ഈ സർഗ ഭാവനകൾ നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഇവരുടെ വർക്ക് ഓഫ് ആർട്ടുകൾ നമ്മൾ നിരന്തരം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരണമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായും ഈ ഭാരത് ഭവനും തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റിയും അക്കാഡമിയും ഒക്കെ സഹകരിച്ചുകൊണ്ട് ഇത്തരം ഒരു അനുസ്മരണ ചടങ്ങ് നടത്തുന്നു എന്നുള്ളത് അനുസ്മരണമല്ല. കാരണം വെച്ചാൽ വേറൊന്നും ഉണ്ടല്ല, ഇവർ ചെയ്തു വച്ചിട്ടുള്ള കലാരൂപങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഞാനത് എപ്പോഴും സംഗീതത്തിൻ്റെ കാര്യത്തിനകത്ത് വ്യൂഹം പോലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ വ്യൂഹം ഒരിക്കലും ഒരു മലയാളിയുടെ ഒരു സ്വഭാവത്തിലുള്ള കണ്ടുവന്ന ഒരു ഗാങ്സ്റ്റർ സ്വഭാവത്തിലുള്ളൊരു സിനിമ ആയിരുന്നില്ല. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ മലയാളത്തിൽ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു വെസ്റ്റേൺ ഹോളിവുഡ് സിനിമയുടെ സ്വഭാവത്തിലേക്കുള്ളൊരു സിനിമ ചെയ്യുന്നത്. ഇത് തന്നെയാണ് യോദ്ധ പോലൊരു കഥ. ഞാൻ യോദ്ധ പലപ്പോഴും എനിക്കുള്ളത് വെച്ച് കഴിഞ്ഞാൽ യോദ്ധയിലെ പല സീക്വൻസുകളും പാലക്കാട് മലമ്പുഴയിലും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഗീതം പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ ചെയ്തു എന്ന് പറഞ്ഞ പല കാര്യങ്ങളും പാലക്കാട് ചെയ്തതായിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു പിന്നിലുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫ്രെയിമിനെ കുറിച്ചുള്ള ധാരണയും ബോധവും ഒക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഒരു വർക്ക് ഓഫ് ആർട്ട് എത്രത്തോളം മനോഹരമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യും, അത് എങ്ങനെ ക്രിയേറ്റീവായിട്ട് കണ്ടാൽ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും തെറ്റു പറയാത്ത രീതിയിൽ, കുറ്റം പറയാത്ത രീതിയിൽ ചെയ്തെടുക്കാമെന്ന് പറയുന്ന തരത്തേക്കുള്ള ക്രിയേറ്റീവ് മൈൻഡുള്ള ആൾക്കാർ തന്നെ. ഇത് ഹരിച്ചേട്ടൻ്റെ കാര്യത്തിലും ഉണ്ടെന്നില്ല. കാരണം ഞാനത് എനിക്ക് രാജീയമ്മ ചെയ്യുമ്പോൾ അത് വളരെയധികം പ്രകടമായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവസാന മിനിറ്റിൽ വരേക്കുള്ളതും എങ്ങനെ വേണം, എന്ത് ചെയ്യണം എന്ന് പറയുന്ന അതിനുവേണ്ടി ഒരു ശ്രമിക്കുന്ന ഒരു മനസ്സ് വളരെ പ്രത്യക്ഷത്തിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നല്ല. ഇപ്പോഴും ഈ അടുത്ത കാലത്തും ആ സിനിമ വളരെ സജീവമായിട്ട് നമ്മളോട് പലപ്പോഴും ദൂരദർശനിൽ നിന്നും അത് യൂട്യൂബിലേക്ക് വന്നപ്പോഴും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ വീണ്ടും വീണ്ടും നമ്മളോട് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു വർക്ക് അത് ചെയ്തെടുക്കുന്ന കാലത്തല്ല, ആ കാലത്തെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുമ്പോൾ മാത്രം അതിൻ്റെ ക്രിയേറ്റർ തീർച്ചയായിട്ടും നിലനിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. അതുകൊണ്ട് മരണമില്ലാത്ത ഈ മനുഷ്യരെ, ഈ കലാകാരന്മാരെ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും അവരെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പലവരാവർത്തി പറയുകയും ചെയ്യും എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി എല്ലാ മനുഷ്യർക്കും ഈ ഇവിടെ വന്നു നിന്നോട് ഇത്തരം നമ്മൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കുകയാണെന്നുള്ള ബോധത്തോടു കൂടി ഈ നഷ്ടപ്പെട്ട, കാരണം ദേഹം കൊണ്ട് നഷ്ടപ്പെട്ടതാണ്, പക്ഷേ അവരുടെ ദേഹി കൊണ്ടും അവരുടെ പ്രവർത്തികൾ കൊണ്ടും നമ്മളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ ആശ്വസിക്കുന്നു. നമസ്കാരം. നമ്മളെ വിട്ട് വേർപിരിഞ്ഞ പ്രശസ്ത ഗാനരചയിതാവ് GK പള്ളത്തിനെ അനുസ്മരിക്കുന്നു ശ്രീ TP ശാസ്തമംഗലം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ആദരണീയരെ, സഹോദരി സഹോദരന്മാരെ, GK പള്ളത്ത് എന്നെപ്പോലെ തന്നെ തൂലികാനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എൻ്റേത് സ്ഥലപ്പേരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് വീട്ടുപേരാണെന്ന വ്യത്യാസമേ ഉള്ളൂ. P. ഗോവിന്ദൻകുട്ടി എന്ന പേര് ചുരുക്കി GKയും പള്ളത്ത് എന്ന വീട്ടുപേര് കൂട്ടിച്ചേർത്തുമാണ് അദ്ദേഹം GK പള്ളത്തായി മാറിയത്. ഞാൻ അദ്ദേഹത്തെ 2-3 തവണ നേരിൽ കാണുകയും സൗഹൃദം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ 50 വർഷം ഇവിടെ സെനറ്റ് ഹാളിൽ ദേവരാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കൊണ്ടാടുമ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി ഞാൻ പരിചയപ്പെട്ടത്. മറ്റൊന്ന് യൂസഫ് കേച്ചേരിയുടെ മകളുടെ വിവാഹത്തിന് ചെന്നപ്പോഴാണ് തൃശ്ശൂരിൽ വച്ച് അദ്ദേഹത്തെ കാണുന്നത്. വേറൊരു അവസരത്തിൽ തൃശ്ശൂരിൽ തന്നെ ഇതുപോലൊരു യോഗത്തിൽ സംബന്ധിക്കാനായിട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. തൃശ്ശൂർ പള്ളത്തു വീട്ടിൽ
നാരായണൻ നായരുടെയും അമ്മിണിയമ്മയുടെയും മകനായി 1942 മെയ് 19 അദ്ദേഹം ജനിച്ചത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കവിതകൾ എഴുതാൻ തുടങ്ങി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ആനുകാലികങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 1958 അന്ന് അദ്ദേഹത്തിന് വെറും 16 വയസ്സാണെന്ന് ഓർക്കുക. തൃശ്ശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആണ് GK പള്ളത്ത് പ്രഥമ ഗാനം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനം അതാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: രക്തത്തിരകൾ നീന്തി വരും പുലരികളെ, പൊൻപുലരികളെ, ഞങ്ങൾക്കങ്കക്കച്ചകൾ നൽകിയ സന്ധ്യകളെ, യുവസന്ധ്യകളെ, ശക്തികൾ പൂക്കും ഞങ്ങളുടെ കയ്യിലെ പുത്തൻ കൊടിയത് കണ്ടോ, വിപ്ലവമന്ത്രം വിടരും ചുണ്ടിലെ പുത്തൻ വിളി കേട്ടോ, ഈ നാട് ഇത് നമ്മുടെ നാട്, ഇതിഹാസങ്ങൾ തൊട്ടിലിലാട്ടി വളർത്തിയ നാട് ഈ ഭാരതനാട്. അന്ന് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദാസ് കോട്ടപ്പുറം എന്ന ആളായിരുന്നു. KS ജോർജും KPSC സുലോചനയും ചേർന്നാണ് ഈ ഗാനം പാടിയത്. ബലികുടീരങ്ങളെ എന്ന ഗാനമിറങ്ങി കേരളക്കരയാകെ ഒന്നാകെ പ്രകമ്പനം കൊണ്ടിരുന്ന സമയത്താണ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാണ് GK പള്ളത്തിൻ്റെ ഈ വിപ്ലവഗാനവും കേരളത്തിൻ്റെ മണ്ണിൽ പിറക്കുന്നത്. ഒരു വസ്തുതയുണ്ട്: ഏറെ ജനകീയമായി തീർന്ന ബലികുടീരങ്ങളുമായി GK പള്ളത്തിൻ്റെ ഈ ഗാനത്തിന് ഒരു സാമ്യവുമില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇന്നും ഒരു പാട്ടിറങ്ങി വിജയിച്ചാൽ അതിൻ്റെ ചുവട് പിടിച്ച് വീണ്ടും വീണ്ടും പാട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു നിര ഇന്നും നമ്മുടെ ചലച്ചിത്ര രംഗത്ത് കാണാം. പക്ഷേ GK പള്ളത്ത് അഭിമാനത്തോടെ മൗലികതയോടെ അദ്ദേഹം എഴുതി എന്നുള്ളത് ഈ സന്ധ്യയ്ക്ക് സത്യമായി അവശേഷിക്കുന്നു. ഈ പറഞ്ഞ വിപ്ലവഗാനം കരീം ദാദ എന്ന് പേരിടുകയും പിന്നീട് വീരശൃംഖല എന്ന് പേരു മാറ്റുകയും ഇതുവരെ പ്രദർശനത്തിനെത്താതെയും ചെയ്ത ചിത്രത്തിൽ വീണ്ടും റെക്കോർഡ് ചെയ്യുകയുണ്ടായി. TK ലായൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ് അത് പുതുതായി ചിട്ടപ്പെടുത്തിയത്. യേശുദാസും ഈശ്വരി പണിക്കരും കൂട്ടരുമാണ് ആ ഗാനം പാടിയത്. ആ ഗാനം യൂട്യൂബിലുമൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. 1992 മറ്റോ ആണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, 16ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ വിപ്ലവഗാനം എഴുതിയത്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ അദ്ദേഹത്തിന് ഗാനങ്ങളെക്കാൾ നാടകങ്ങളോടായി താല്പര്യം. ധാരാളം നാടകങ്ങൾ, ധൂർത്തുപുത്രി, പിന്നെ കുടുംബവിളക്ക് തുടങ്ങിയ നാടകങ്ങൾ എഴുതി. അതെല്ലാം വിജയമായിരുന്നു. ആ നാടകങ്ങളിൽ അദ്ദേഹം തന്നെ പാട്ടുകൾ എഴുതി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. LPR വർമ്മ, MK അർജുനൻ, കോട്ടയം ജോയി തുടങ്ങിയവരായിരുന്നു ആ പാട്ടുകൾക്ക് സംഗീതമേകിയത്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര നടനും GK പള്ളത്തിൻ്റെ സുഹൃത്തുമായ TG രവിയാണ് GK പള്ളത്തിന് സിനിമയിൽ അവസരമൊരുക്കിയത്. 1978 പ്രദർശനത്തിന് വന്ന പാദസരം എന്ന ചിത്രത്തിൽ അങ്ങനെ 3 ഗാനങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. AP ഗോപാലനും G ഗോപാലകൃഷ്ണനുമായിരുന്നു മറ്റ് 2 പാട്ടുകൾ എഴുതിയിരുന്നത്. അവർ രണ്ടുപേരും ഈ 2 പാട്ട് വീതം എഴുതി. പാട്ടുകളെല്ലാം ചിട്ടപ്പെടുത്തിയത് ദേവരാജൻ മാസ്റ്ററായിരുന്നു. GK പള്ളത്തിൻ്റെ ഇവിടെ പലരും സൂചിപ്പിച്ച കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു, കുന്നിൻ ചെരുവിൽ ഓടക്കുഴലിൽ ഓണപ്പാട്ടുപാടും കാറ്റു വന്നു നിന്റെ കാളമുകൻ വന്നു എന്ന 1ാമത്തെ ഗാനം, അദ്ദേഹം എഴുതിയ ആദ്യത്തെ ചലച്ചിത്ര ഗാനം തന്നെ ഏറെ പ്രശസ്തമായി. P ജയചന്ദ്രനാണ് ആ ഗാനം പാടിയത്. ഇല്ലപ്പറമ്പിലെ പുള്ളോത്തി, ഇല്ലിലം കാട്ടിലെ വണ്ണാത്തി എന്ന മറ്റൊരു പാട്ടും ഈ ചിത്രത്തിലുണ്ട്. അതും മോശമായില്ല, മാധുരി പാടിയ പാട്ട്. ഈ പാദസരം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും വിജയിച്ച ഒരു സിനിമയാണത്. ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകയില്ല എന്ന AP ഗോപാലൻ എഴുതിയ പാട്ട്, മോഹവീണതൻ തന്തിയിൽ ഒരു രാഗം കൂടി ഉണർന്നെങ്കിൽ എന്ന ഗോപാലകൃഷ്ണൻ എഴുതിയ പാട്ട്,
അതിനോടൊപ്പമാണ് ഈ കാറ്റ് വന്നു നിൻ്റെ കാമുകൻ വന്നു എന്ന ഈ GK പള്ളത്തിൻ്റെ പാട്ടും ആസ്വാദകർ ഹൃദയത്തിലേറ്റിയത്. ആകെ 10 ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഗാനങ്ങൾ എഴുതിയത്. 30ഓളം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ നമ്മൾക്ക് ലഭിക്കുകയുണ്ടായി. മനസ്സേ നിൻ മൗനതീരം, സ്മരണകൾ ഉറങ്ങും തീരം, ചോര ചുവന്ന ചോര എന്ന ചിത്രത്തിലെ പാട്ട്, സുഹാസിനി സുഭാഷിണി, സുനയന വിമല സുഖേശിനി, ചാകര എന്ന ചിത്രത്തിലെ പാട്ട്, മാരിവില്ലിൻ സപ്ത വർണ്ണജാലം, മനസ്സിതിൽ തീർത്തൊരു ഇന്ദ്രജാലം, അമൃതഗീതം എന്ന സിനിമയിലെ പാട്ട്. 2016 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം എന്ന് പറയാവുന്ന നൂൽപ്പാലം പ്രദർശനത്തിന് വന്നത്. പുഴയോരക്കടവത്ത് പാഴ്മഴക്കൊമ്പത്ത് പുലരുവോളം പാടി തളർന്നുറങ്ങി എന്ന പാട്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചലച്ചിത്ര ഗാനം എന്ന് പറയാം. പാറമേക്കാവ് ദേവീ കീർത്തനങ്ങൾ ദേവീ പ്രസാദം എന്ന പേരിൽ സംഗീത ആൽബമായി പുറത്തു വന്നിട്ടുണ്ട്. പാറമേക്കാവ് ദേവസ്വം ബോർഡാണ് ഈ ആൽബം നിർമ്മിച്ചത്. കൊടകര മാധവനായിരുന്നു അവയ്ക്ക് സംഗീതം പകർന്നത്. അദ്ദേഹം ഒരു മീശ കണ്ടാൽ, മീശയൊക്കെ വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടിട്ടില്ലേ, ഒരു മീശയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ രൂപം. അത് കണ്ടാൽ നമ്മൾ അദ്ദേഹം ഒരു പട്ടാളക്കാരനോ പോലീസുകാരനോ ആണോ എന്നൊക്കെ തോന്നും. പക്ഷേ അദ്ദേഹം അതൊന്നുമല്ലായിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. N. രാജലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീമതി. 3 മക്കളാണ്, നയന, സുഹാസ്, രാധിക. 3 പേരും വിവാഹിതരാണ്. നയന കുടുംബസമേതം UK-യിലും രാധിക കുടുംബസമേതം ചിക്കാഗോയിലുമാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് കുറച്ചു കാലം മക്കളോടൊപ്പം അദ്ദേഹം വിദേശത്തായിരുന്നു. അപ്പോഴിപ്പോൾ ടെലിഫോണിൽ പോലും നമുക്ക് അദ്ദേഹത്തെ കിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹം നാട്ടിലേക്ക് വരികയും തൃശ്ശൂരിൽ താമസമാക്കുകയും കുടുംബ വീട്ടിൽ താമസമാക്കുകയും പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര്യാണം സംഭവിക്കുകയും ചെയ്യുന്നത്. 3 ദിവസമോ മറ്റോ ആകെ ആശുപത്രിയിൽ കിടന്നുള്ളൂ. ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. മരണത്തിൻ്റെ പിറ്റേന്ന് പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം. മരിക്കുമ്പോൾ 82 വയസ്സായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന 5 പേരും എനിക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേണ്ടപ്പെട്ടവരാണ്. 5 പേരും അടുപ്പമുള്ളവരുമായിരുന്നു, പരിചയക്കാരുമായിരുന്നു. പ്രത്യേകിച്ച് ഹരികുമാർ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഹരികുമാറുമായിട്ട് വലിയ സൗഹൃദം പങ്കിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഹരികുമാറിൻ്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിൻ്റെ പാട്ടുകളെക്കുറിച്ച് പാട്ടിറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് സംസാരിക്കുമായിരുന്നു. ജാലകം എന്ന സിനിമയിൽ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന് ONV കുറുപ്പ് സാർ എഴുതി കൊടുത്തപ്പോൾ ആ വരികളിൽ ആകൃഷ്ടനായിട്ട് പുളകം കൊണ്ടിട്ട് അതെന്നെ ഫോണിലൂടെ പറഞ്ഞു കേൾപ്പിക്കുകയും പിന്നീട് MG രാധാകൃഷ്ണൻ അത് ട്യൂൺ ചെയ്ത് യേശുദാസ് പാടിയപ്പോൾ അത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എന്നെ വിളിച്ച് അത് കേൾപ്പിച്ച് തരികയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഹരികുമാറിനോട് പറഞ്ഞു, ശരിയാണ്, നിങ്ങളുടെ ആ സിനിമയിലെ സന്ദർഭം എത്രമാത്രം സാർ ഉൾക്കൊണ്ടിരിക്കുന്നു, ONV സാർ ഉൾക്കൊണ്ടിരിക്കുന്നു. കാരണം കൗമാരത്തു നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്നതിനെ സൂചിപ്പിക്കാനാണ്. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന് പറയുമ്പോൾ മലയാളിയുടെ ഒരു വലിയ സംസ്കാരത്തെ ONV കുറുപ്പ് സാറ് ആ വാരികളിലൂടെ നമുക്ക് പറഞ്ഞു തരികയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ കൈകൂപ്പിയ ചിത്രം ഇപ്പോഴും ഒരു മായാത്ത ഓർമ്മയായി അവശേഷിക്കുന്നു. 5 പേരുടെയും ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നു. നമസ്കാരം. ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾക്കെതിരെ പടവെട്ടി മുന്നോട്ടുള്ള ജീവിതം നയിച്ച കനകലത എന്ന അഭിനേത്രി നാടകരംഗത്ത് ഉണ്ടായിരുന്നവരാണ്. അവരെ അനുസ്മരിക്കുകയാണ് തന്നോടൊപ്പം സഹയാത്രികയായ കനകലതയെപ്പറ്റി കുറിക്കുന്നു ശ്രീമതി വിജയകുമാരി രമേശ്.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. 5 മഹത് വ്യക്തിത്വങ്ങൾ നമ്മളെ വിട്ടുപോയി. ഇതിൽ 2 പേരെ എനിക്ക് അടുത്തറിയുന്നവരാണ്. 3 പേരെ ഞാൻ അകലെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അവരോടൊപ്പം വർക്ക് ചെയ്യാനോ ഒന്നുമുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ബിജു വട്ടപ്പാറ, അദ്ദേഹത്തിൻ്റെ ഒന്നിലധികം വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നോട്, എൻ്റെ മനസ്സിനോട് തൊട്ട് നിൽക്കുന്ന ആളാണ് ലത ചേച്ചി. ഏതാണ്ട് 12 വയസ്സ് മുതൽ എനിക്ക് ലത ചേച്ചിയെ അറിയാം. ചേച്ചിയുടെ ഒരു പ്രൊഫഷണൽ നാടകം സദസ്സിലിരുന്ന് കണ്ടിട്ടാണ് ഞാൻ ചേച്ചിയെ പരിചയപ്പെടുന്നതും. അപ്പോഴാണ് എൻ്റെ തൊട്ട് അയൽവക്കമാണ് ചേച്ചിയെന്ന് ഞാൻ അറിയുന്നത്. പിന്നീട് ഞാൻ തൊട്ട് താമസിയാതെ തന്നെ ശ്രീനാരായണ ഗുരു എന്ന സിനിമയിൽ ബക്കർ സാറിൻ്റെ ചേച്ചിയുടെ മകളായിട്ട് അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കരകുളം ചന്ദ്രൻചേട്ടനായിരുന്നു അന്ന് അച്ഛനായിട്ട് അഭിനയിച്ചത്. പിന്നീട് അങ്ങോട്ട് ചേച്ചി ഒരുപാട് സമിതികളിൽ സഹകരിച്ചു. അന്നൊക്കെ വീട്ടിൽ വരികയും എൻ്റെ വീടുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ചേച്ചി ജീവിച്ചത്. ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടിയും ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞെപ്പോഴും ചിരിക്കുകയും എപ്പോഴും സന്തോഷവതിയാണ്. ഒരിക്കലും ചേച്ചിയെ വിഷമത്തിലൂടെ നമ്മൾ കണ്ടിട്ടില്ല. എത്ര വിഷമമുണ്ടെങ്കിലും ചിരിച്ചിട്ടേ മറ്റുള്ളവരോടൊപ്പം സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യുള്ളൂ. പിന്നീട് ശശിചേട്ടനെയൊക്കെ കല്യാണം കഴിച്ച് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു സമിതിയിൽ സഹകരിച്ചു. ഇതിനിടയിൽ കാളിദാസ കലാകേന്ദ്രത്തിൽ ഞാൻ പാട്ട് പാടുമ്പോൾ ചേച്ചി അതിലെ നായികയായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ആ ഒരു വർഷം പോയി വരികയൊക്കെ ചെയ്യുന്നത്. ക്യാമ്പിൽ നിന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു വരികയും അതെല്ലാം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നീടാണ് സംഘചേതനയിൽ ഇന്ദുലേഖ എന്ന നാടകവും സ്വാതി തിരുനാൾ നാടകവും. PK വേണുക്കുട്ടൻ നായർ സാറായിരുന്നു അതിൻ്റെ ഡയറക്ഷൻ. അന്ന് ഇന്ദുലേഖയുടെ കഥാപാത്രം ഞാനാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ മുത്തശ്ശിയായിട്ടായിരുന്നു ചേച്ചി അഭിനയിച്ചത്. താമസിയാതെ 4 മാസം മാത്രമേ ചേച്ചി അതിൽ അഭിനയിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് കിരീടം എന്ന ആ വലിയ സിനിമ, ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ സിനിമയിൽ അഭിനയിക്കാൻ ചേച്ചിക്ക് അവസരമുണ്ടായി. ചേച്ചി സമിതിയിൽ നിന്ന് വിട പറഞ്ഞു പോയി. പിന്നീട് ചേച്ചിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 300-ലധികം സിനിമ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. പക്ഷേ ചേച്ചിയുടെ കഴിവിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കിട്ടിയോ എന്ന് സംശയമാണ്. അത്രയ്ക്ക് കഴിവുള്ള ഒരു കലാകാരിയായിരുന്നു. പിന്നീട് ഞങ്ങൾ ഈ ഒരു 6 വർഷം മുമ്പ് വീണ്ടും ഞങ്ങളെല്ലാം ഒത്തുചേർന്നൊരു നാടകം അവതരിപ്പിച്ചു, പ്രമാണി. അതിൽ ചേച്ചി നല്ലൊരു കഥാപാത്രമാണ് ചെയ്തത്. 12 നാടകം കളിച്ചു. കണ്ണൂർ വരെ പോയി കളിച്ചു. നാടകമെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര, ഇത്രയും തിരക്കിൽ നിന്നപ്പോഴും ആ റിഹേഴ്സലിനൊക്കെ കൃത്യമായി വരികയും ആ പ്രോഗ്രാം ബുക്ക് ചെയ്ത് നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വരികയും അഭിനയിക്കുകയും ആരെയും കുറ്റം പറയാതെ സ്വന്തം കാര്യം മാത്രം. നമ്മൾ ആരെങ്കിലും കുറ്റം പറയാൻ അത് വിട്, എന്തിനാണ് അങ്ങനെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരോട് സ്നേഹവും അടുപ്പവും കാണിക്കുന്ന ഒരു കലാകാരിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. 4 മാസത്തിന് മുമ്പും ഞാൻ ചേച്ചിയെ പോയി കണ്ടു. കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം നമ്മളെ ഒന്നും അറിയില്ല. ഞാൻ പരിചയപ്പെടുത്തി, എന്തെങ്കിലും ഓർമ്മ കിട്ടുമോ, പക്ഷേ ഒന്നും അറിയില്ല. എവിടെയോ നോക്കിയിരിക്കുന്നു, നമ്മളിങ്ങനെ സംസാരിക്കുന്നു, ചേച്ചി നമ്മളെ ഒന്നും നോക്കുന്നില്ല, എവിടെയോ കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്തായാലും 5 മഹത് വ്യക്തികൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഈ 5 പേർക്കും, പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി, ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. നമസ്കാരം. നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന നമ്മുടെ എല്ലാം സുഹൃത്തുക്കളായ പ്രതിഭകളാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരു പ്രാവശ്യം കൂടി ശിരസ്സ് നമിച്ചുകൊണ്ട് ഇതിൻ്റെ നന്ദി പ്രകാശനം നടത്തുവാനായി ശ്രീ അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, P. ഭാസ്കരൻ, തോപ്പിൽ ഭാസി, CV കുഞ്ഞിരാമൻ, അബു എബ്രഹാം, ഇവരുടെ ജന്മശതാബ്ദി വർഷമാണ് 2024. ഈ വർഷം നമ്മുടെ സാംസ്കാരിക രംഗത്ത് വഴിവെളിച്ചങ്ങളായി നിന്ന ഒട്ടനവധി പേർ ഇതിനകം തന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞു. സാംസ്കാരിക
ലോകത്ത് ജ്വലിച്ചു നിന്ന് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ 5 മഹത് വ്യക്തിത്വങ്ങളെ ഓർത്തെടുക്കുകയായിരുന്നു നാം എന്നിവിടെ. വിഖ്യാത ഗാനരചയിതാവ് GK പള്ളത്ത്, സുഹൃതം തന്നെയായി മാറിയ സംവിധായകൻ ഹരികുമാർ, പ്രിയപ്പെട്ട അഭിനേത്രി കനകലത, ഛായാഗ്രാഹകനും സംവിധായകനും പാട്ടുപോലെ തന്നെ ഉള്ള വ്യക്തിത്വം ഉള്ള സംഗീത് ശിവൻ, തിരക്കഥാകൃത്തും സംവിധായകനുമായ ബിജു വട്ടപ്പാറ. ഇവർക്കായി വേദനയോടെ ഒരു ഓർമ്മക്കൂട്ടായ്മ നാം ഇവിടെ കേട്ട് കഴിഞ്ഞു. ഭാരത് ഭവനോടൊപ്പം ചലച്ചിത്ര അക്കാദമിയും ട്രിവാൻഡ്രം ഫിലിം ഫ്രാറ്റേണിറ്റിയും ആണ് ഈ ചടങ്ങ് ഇവിടെ ഒരുക്കിയത്. ഈ പുണ്യജന്മങ്ങൾക്ക് മുന്നിൽ ഹൃദയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ അനുസ്മരണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് ഭാരത് ഭവൻ ചെയർമാനും നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ പ്രിയപ്പെട്ട ശ്രീ സജി ചെറിയൻ അവർകളാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ പേരിലും ഭാരത് ഭവൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഉള്ള ഫിലിം ഫ്രാറ്റേണിറ്റിയുടെയും ചരിത്ര അക്കാദമിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി. അദ്ദേഹമാണ്. ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ച വിഖ്യാത ചരിത്രകാർ ഓരോരുത്തരെയും അവരുടെ വിശേഷണങ്ങളൊന്നും തന്നെ പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നാം എല്ലാവരും സ്നേഹത്തോടെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഷാജി എൻ കരുൺ സാറ്, അതുപോലെ TV ചന്ദ്രൻ സാറ്, ശ്രീ G സുരേഷ് കുമാർ സാറ്, ശ്രീ TK രാജീവ് കുമാർ അവർകൾ, അതുപോലെ ശ്രീ പ്രേംകുമാർ, ശ്രീ മധുപാൽ, ശ്രീ TP ശാസ്തമംഗലം, ശ്രീമതി വിജയകുമാരി രമേശ്, എല്ലാവർക്കുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിന് സ്വാഗതം നേർന്ന ശ്രീ കല്ലിയൂർ ശശി, അപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത സുമനസ്സുക്കളായ എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും സാങ്കേതിക വിദഗ്ധർക്കും ഇവിടെ പങ്കെടുത്ത ഭാരത് ഭവൻ്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും ഫിലിം ഫ്രാറ്റേണിറ്റിയുടെയും കുടുംബാംഗങ്ങൾ, ഒപ്പം ഇനി ഉള്ള ഗാനാർച്ചനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, പാട്ടുകാരും ഒപ്പം സാങ്കേതിക വിദഗ്ധരും, എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഓർമ്മക്കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്ന് ഈ മൺമറഞ്ഞ ഈ മഹാപ്രതിഭകളുടെ സിനിമകളിൽ നിന്നുള്ള ഗാനങ്ങൾ കോർത്തിണക്കി ഇവിടെ ഒരു ഗാനാർച്ചന നടക്കുന്നതാണ്.